ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് പതിവ് പോലെ നമ്മുടെ ലാസ്റ്റ് ഡേ ക്ലാസ് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 5 days ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള 15 days ഫ്രീ ഓൺലൈൻ സെക്ഷൻ അറ്റൻഡ് ചെയ്യായിരുന്നു നിങ്ങൾ. അതിൽ ഫിഫ്ത്ത് 5 classes നമുക്ക് ഓൺലൈൻ ആയിട്ടും 10 classes പ്രാക്ടിക്കൽ സെക്ഷൻസ് ആയിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ 5 days ക്ലാസിന്റെ ലാസ്റ്റ് ഡേ ക്ലാസ് ആണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾസിനെ മാം ഓഡിയോ ക്ലിയർ പറ്റിയിട്ടാണ്. അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്ലാൻ വരയ്ക്കുമ്പോഴാണെങ്കിലും പ്ലോട്ട് മെഷർമെന്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓഡിയോ കട്ടായി കട്ടായി പോവായിരുന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ കേരളത്തിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴോ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബിൽഡിംഗ് റൂൾസ്. ഇപ്പൊ നമ്മുടെ ബിൽഡിംഗ് റൂളിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡേ ക്ലാസ് വരുന്നത്. പിന്നെ കുറച്ച് പേർക്ക് ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ സൺഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ വാസ്തുവിന്റെ ക്ലാസ് മിസ്സായി എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് റെഗുലർ ആയിട്ടും 5 days അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കുള്ള ലാസ്റ്റ് ഡേ ക്ലാസ്സും നാളെ ഇതേ ടൈമിൽ തന്നെ 7 മണിക്ക് നമ്മളെ വാസ്തുവിന്റെ അന്നെടുത്ത സെയിം ക്ലാസ് റെക്കോർഡഡ് വെർഷൻ ഈ ഒരു ടൈമിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾ കയറണമെന്നില്ല. പക്ഷെ പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നാളെ ആ ഒരു ക്ലാസ് ആക്സസ് ഉണ്ടാവും കേട്ടോ. അപ്പോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പൊ സാറ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്ലാസ് എടുക്കുന്നത് രാജധാനി കൺസ്ട്രക്ഷന്റെയും രാജധാനി കരിയർ അക്കാദമിയുടെയും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള എഞ്ചിനീയർ പ്രജീഷ് സാറാണ്. സാറിന് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിലേക്കായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ദീതു. നമുക്കിന്ന് കേരള ബിൽഡിംഗ് റൂളിന്റെ ക്ലാസ് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്തത്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ദീതു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എങ്കിലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് ഞായറാഴ്ചത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് സെയിം ലിങ്ക് തന്നെയാണ്. നാളെ അത് ഒന്നുകൂടി ഈ ടൈമിൽ തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. റെക്കോർഡഡ് വെർഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് കാണാം. അതിൽ കൂടെ കണ്ടതിന് ശേഷം എത്ര കുട്ടികൾ ആ ക്ലാസ്സും അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തവരെ നോക്കിയിട്ടാണ് വാസ്തുവിന്റെ സോഫ്റ്റ്വെയർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നാളത്തെ അറ്റൻഡൻസ് കൂടെ നോക്കിയിട്ട് കൊടുക്കാം. എല്ലാ ക്ലാസ്സിലും സെയിം ലിങ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന് ശേഷമായിരിക്കും നിങ്ങളെ ഒരു എക്സാം നടത്തുന്നത്. അതിന്റെ അറിയിക്കാം. അപ്പൊ അതിൽ കൂടെ ആയിരിക്കും ഞങ്ങൾ 10 ദിവസത്തെ ലൈവായിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സിൽ തിരഞ്ഞെടുക്കുക. ശരി, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേരള ബിൽഡിംഗ് റൂൾസിന്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 3 മീറ്റർ ഫ്രണ്ട് യാർഡ് 3 മീറ്റർ എന്നും ബാക്ക് യാർഡ് 1.5 മീറ്ററും 2 സൈഡുകളിലും ഓരോ മീറ്ററും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസും കൊടുക്കേണ്ട 3 മീറ്ററും ഫ്രണ്ട് യാർഡിന്റെ ഡിസ്റ്റൻസും ഒരുമിച്ചാണ് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് കേരള ബിൽഡിംഗ് റൂൾ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഇതിന്റെ പുറത്തേക്കുള്ള സൺഷെയ്ഡുകളുണ്ട്. അങ്ങനെ സൺഷെയ്ഡ് ഒക്കെ വരുന്ന സമയത്ത് അതിന് പ്രൊജക്ഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ റൂഫ് സ്ലാബ് നമ്മൾ തള്ളിയേക്കാം, പ്രൊജക്ഷൻ. ഇങ്ങനെ പ്രൊജക്ഷൻ കൊടുക്കുന്നത് 75 സെന്റിമീറ്ററിൽ കൂടുതൽ തള്ളിയാൽ അവിടെ നിന്നും 3 മീറ്റർ വേണം എന്നൊരു റൂളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലാബ് തള്ളി കൊടുക്കും, റൂഫ് സ്ലാബ് തള്ളി കൊടുക്കും. അത് 75 സെന്റിമീറ്ററിൽ കൂടിയാൽ ആ സ്ഥലത്തുനിന്ന് വീണ്ടും 3 മീറ്റർ വേണ്ടി വരും. ഇതാണ് നമ്മുടെ റൂളിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ വരുന്നത് നമുക്കിത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും ഇതിന്റെ എഫക്റ്റ് വരുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരാള് ഈ 3 മീറ്ററിന്റെ സ്ഥാനത്ത്, അപ്പൊ അയാൾ 75 സെന്റിമീറ്റർ ആണല്ലോ തള്ള് എന്ന് നമ്മളടുത്ത് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ അതെ 75 സെന്റിമീറ്റർ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? 1 മീറ്റർ അകത്തോട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോ നോക്കാം, ഇദ്ദേഹത്തിന് 75 സെന്റിമീറ്റർ വരെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള പവർ ഉണ്ട്. അതായത് റോഡിൽ നിന്നും ഇദ്ദേഹത്തിന് 2.25 വരെ ചെയ്യാനായിട്ട് പറ്റും.
ഇതാണ് നമുക്കുള്ളത്. 75 സെന്റിയിൽ കൂടുതലാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 70 സെന്റി എന്ന് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ 2:30 വരെ ഇദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചെയ്യാം. കാര്യം എന്തെങ്കിലും ഒരു പ്രൊജക്ഷനോ എന്തെങ്കിലും വന്നു പോയാലോ എന്ന് വെച്ചിട്ട് 75 സെന്റി കറക്റ്റ് ആയിട്ട് പിടിച്ചു വെക്കാതെ 2:30 ആക്കാം. ശരി. അപ്പൊ ഇതാണ് നമ്മുടെ റൂള് പറയും. ഇനി ഇദ്ദേഹം ചെയ്തത് നോക്കും. ഇദ്ദേഹം ചെയ്തത് ബിൽഡിങ് ലേശം 1 മീറ്റർ കൂടി അകത്തോട്ട് വെച്ച് കെട്ടി. അതായത് ബിൽഡിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം ഇദ്ദേഹം ചെയ്തത് ഈ പ്രൊജക്ഷൻ വരുന്ന സ്ലാബ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും സ്ലാബ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അങ്ങനെ സ്ലാബ് ചെയ്തു. പക്ഷെ ഇതിന് കംപ്ലീഷൻ വരുന്ന സമയത്ത് ഇത് വയലേഷൻ ആണെന്ന് പറയും. കാരണം ഇയാളുടെ ബിൽഡിങ് ഇവിടെയാണ് നിൽക്കുന്നത്, ഇത്രയും സ്ഥലത്താണ് ഇയാളുടെ ബിൽഡിങ് നിൽക്കുന്നത്. അപ്പോ ബിൽഡിംഗ് എന്നുള്ള സ്ലാബിന്റെ തള്ള് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെയുള്ള പ്രൊജക്ഷൻ 1 മീറ്ററും പിന്നെ 70, അപ്പൊ 170 പ്രൊജക്ഷൻ. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യേണ്ടത് ഈ പറയുന്ന പോയിന്റിൽ നിന്നും 3 മീറ്റർ വേണമെന്നാവും. ക്ലിയർ ആയോ? റൂൾസ് മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇദ്ദേഹം ബിൽഡിംഗ് അകത്തോട്ട് വെച്ച് കെട്ടിയതാണ് പ്രശ്നമായിട്ടും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് പിടികിട്ടിലേക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരാള് 3 മീറ്റർ ഇട്ട് നമുക്ക് പ്ലാനിന്റെ പെർമിറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ പറയാണ്, അങ്ങോട്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് റൂഫ് സ്ലാബ് എത്ര സെന്റിമീറ്റർ തള്ളാം? അപ്പൊ ഞാൻ പറയാണ്, ഇത് നമുക്ക് ഇവിടെ നിന്ന് 70 സെന്റി വരെ പുറത്തോട്ട് തള്ളാം എന്നും 70 സെന്റിമീറ്റർ തള്ളാമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു. 70 സെന്റിമീറ്റർ തള്ളാം. ഓക്കെ, അദ്ദേഹം സമ്മതിച്ചു. ഓക്കെ, കൊള്ളാം, 70 സെന്റിമീറ്റർ തള്ളാൻ. അതിനുശേഷം ഇദ്ദേഹം ബിൽഡിംഗ് കെട്ടിയത് 1 മീറ്റർ കൂടി അകത്തോട്ട് വെച്ചിട്ടാണ് ഇദ്ദേഹം ബിൽഡിംഗ് കെട്ടിയത്. ശരിക്കും പറഞ്ഞാൽ 4 മീറ്റർ വിട്ടിട്ടാണ് കെട്ടിയത്. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ സൈഡില് സ്ലാബ് തള്ളി ഈ ഭാഗം കൂടെ എടുത്തു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നതിന് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഈ സ്ലാബിന്റെ മൊത്തം തള്ളല് 170 ആകും. എന്ന് വെച്ചാൽ 70 സെന്റിമീറ്ററിൽ കൂടി 75 സെന്റിമീറ്ററിൽ കൂടിയത് കൊണ്ട് ആ സ്ഥലത്തുനിന്ന് 3 മീറ്റർ വേണമെന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 3 മീറ്റർ ഉണ്ടെങ്കിലേ ഇയാൾക്ക് സാങ്ഷൻ. അതായത് ഇദ്ദേഹം ഇവിടെ 70 സെന്റിക്ക് ഈ സ്ലാബ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ബിൽഡിംഗ് റൂളിന്റെ 2019 വന്ന റൂളിന്റെ പ്രശ്നം. അതായത് പ്രൊജക്ഷൻസ് 75 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. അങ്ങനെ കൂടിയാൽ അത് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ആ യാർഡ് വേണം എന്നാണ് പറയുന്നത്. ഇതേ അവസ്ഥ തന്നെ ചില ആൾക്കാര് സൈഡിലും ചെയ്ത് ഇതേ കണക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എങ്ങനെയെന്ന് നോക്കാം. ഒരാള് ഇപ്പൊ സൈഡിൽ നമ്മൾ 1 മീറ്റർ ഇട്ട് വരച്ചു. അപ്പൊ ഇദ്ദേഹം നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് ഷെയ്ഡ് എത്ര തള്ളാം? അപ്പൊ നമ്മൾ പറയണ ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് 60 സെന്റി ഷെയ്ഡ് കൊടുക്കാം, 60 സെന്റി കൊടുക്കാം. അപ്പൊ ഇവിടെ 40 സെന്റി ഫ്രീ ആയിട്ട് കിടക്കും. ഓക്കെ, ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു 50 സെന്റി കൂടി ഇദ്ദേഹം അകത്തോട്ട് വെച്ച് ബിൽഡിംഗ് കെട്ടി. അപ്പൊ ഈ സൈഡിൽ കൂടി ഇദ്ദേഹം നോക്കുന്നതെന്ന് വെച്ചാൽ താഴെ ഭിത്തി കെട്ടാതെ മുകളിൽ സ്ലാബ് മാത്രം തള്ളി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതുവഴി നമുക്ക് വണ്ടിയൊക്കെ അകത്തോട്ട് കൊണ്ടുപോകാമല്ലോ, ഒരു ബൈക്കൊക്കെ അകത്തോട്ട് സുഖമായിട്ടും. എന്തുദ്ദേശിച്ചാണ് ഇദ്ദേഹം ഇതിന്റെ തൂൺ കട്ടിയൊക്കെ ചെയ്തത്? ഇത്രയും സ്ഥലത്ത് ഇത് ഷോപ്പാണെന്ന് വെച്ചോ, ഇത്രയും സ്ഥലത്ത് ഈ തൂൺ കട്ടിയൊക്കെ ചെയ്ത് പില്ലറൊക്കെ ചെയ്ത് റെഡിയാക്കിയെടുക്കും. എടുത്തിട്ട് ഇതിന്റെ പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ആണ് വിഷയം വരുന്നത്. ഇത് 50 സെന്റി പ്ലസ് ഇവിടത്തെ 60 കൂടെ വരുമ്പോൾ 110 വരും. 70 സെന്റിമീറ്ററിൽ കൂടുതൽ പ്രൊജക്ഷൻ വന്നതുകൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ ഇത്രയും സ്ഥലത്ത് ഇവിടെ നിന്ന് ആ 1 മീറ്റർ യാർഡ് വേണമെന്നാണ്. ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇത് ഇത്രയും കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് ഈ റൂള് നേരെ തിരിയും. ഇദ്ദേഹം ഈ ബിൽഡിങ് 1.5 മീറ്റർ അകത്തോട്ട് വെച്ച് കെട്ടിയതാണ് ഈ റൂളിന്റെ കുഴപ്പമായിട്ട്. ഇങ്ങനെ റൂളിന് പവർ ഇത് വരുന്നത് അത് അകത്തോട്ട് വെച്ച് കെട്ടും. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് വ്യക്തമാണോ? ഓക്കെ ആണോ? ഓക്കെയാണ് സർ. പക്ഷെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ഇപ്പൊ നമ്മള് 3 മീറ്റർ സെറ്റ് ബാക്ക് വിട്ടിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ 75 സെന്റിമീറ്റർ വരെ റൂഫ് സ്ലാബ് തള്ളാന്ന് പറഞ്ഞില്ലേ? ആ
അങ്ങനെയാണെങ്കിൽ ഈ തള്ളുന്ന റൂഫ് സ്ലാബിന് നമുക്ക് ഹാൻഡ് റെയിൽ കൊടുത്ത് ബാൽക്കണി ആയിട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവോ? അല്ല, അങ്ങനെ പറ്റില്ല. അത് ഒരു ഒരു ഇത് പാസേജ് അല്ലെങ്കിൽ ബാൽക്കണി എന്ന് പറയുന്നത് മിനിമം 1.20 വേണമല്ലോ, അല്ലെങ്കിൽ 1 മീറ്റർ വേണമല്ലോ. ആ അങ്ങനെ അവിടത്തേക്ക് എൻട്രി പാടില്ലല്ലോ. 75. ഓക്കെ. ഇത് പ്രൊജക്ഷൻസിൽ നമുക്ക് മറ്റു യൂസിന് പറ്റില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ബിൽഡിങ്ങിന്റെ പാർട്ടാവും. പാർട്ടാവും. ഓക്കെ. അതായത് നമ്മുടെ ഏരിയയിൽ വരാൻ പാടില്ല അതല്ലേ? ബിൽഡിങ്ങിന്റെ ഏരിയയിൽ വരാൻ പാടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. വേറൊന്നുമില്ല, ഇവിടെ 2 തൂണ് കൊടുത്താൽ മതി. 2 തൂണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊജക്ഷൻ ഇവിടെ നിന്നാകും, നമ്മുടെ ബിൽഡിംഗ് അതിന്റെ ഏരിയയിൽ അത് വരും. അത് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ പൊളിക്കണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇവിടെ 2 തൂണ് കൊടുത്താൽ മതിയാകും. ഇവിടെ ഒരു തൂണും ഇവിടെ ഒരു തൂണും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യം ഒഴിവാക്കാൻ പറ്റും. ശരി, അടുത്ത നമുക്ക് അപ്പൊ കേരള ബിൽഡിംഗ് റൂളിനെ കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞു. നോട്ടിഫൈഡ് റോഡും അൺനോട്ടിഫൈഡ് റോഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നോട്ടിഫൈഡ്, എന്താണ് അൺനോട്ടിഫൈഡ്? അവർ പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ആ റോഡ് ചെന്ന് വേറൊരു ജംഗ്ഷനിലോ അല്ലെങ്കിൽ വേറൊന്നിലോ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് അൺനോട്ടിഫൈഡ് റോഡാണ്. പിന്നെ 3 മീറ്റർ കൂടുതൽ വീതിയും ഉണ്ടായി. അപ്പൊ ആ വീതി കൂടുതലും പിന്നീട് അടുത്ത റോഡിൽ ചെന്ന് ചേരുന്നു. അടുത്ത റോഡിൽ ചെന്ന് ചേരുകയാണെങ്കിൽ അതൊരിക്കലും, അതായത് അടുത്തൊരു മെയിൻ റോഡിൽ ചെന്ന് കട്ടാകുകയാണെങ്കിൽ അതൊരിക്കലും അൺനോട്ടിഫൈഡ് റോഡ് ആകാൻ സാധ്യതയില്ല. അത് നമ്മൾ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ലോക്കൽ ബോഡിയിൽ തന്നെ നമ്മൾ ചോദിച്ച് കൺഫേം ചെയ്യണം. അതായത് വികസനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഓക്കെ, സാർ 3 മീറ്ററിൽ കൂടുതൽ വീതിയും വീതി അത് അടുത്തൊരു ജംഗ്ഷനിൽ ചെന്ന് ചേരുകയും ചെയ്യും. ചേരുന്ന റോഡുകൾ, അതാണ് റോഡുകൾ notified റോഡുകൾ. എല്ലാം ഇതായിരിക്കാം. അത് 6 മീറ്റർ വരെ പോകും. 6 മീറ്റർ വരെ വന്നു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല അൺനോട്ടിഫൈഡ് റോഡാണോ നോട്ടിഫൈഡ് ആണോ, നമ്മളൊന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം മാത്രമാണ്. അത് ആ ബോഡിയാണ് തീരുമാനിക്കുന്നത്, പഞ്ചായത്തോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയോ അവരാണ് തീരുമാനിക്കുന്നത് ഇത് അൺനോട്ടിഫൈഡ് ആണ് നോട്ടിഫൈഡ്. അത് അങ്ങനെ ആകാനുള്ള ഒരു ചാൻസ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ എവിടെയെങ്കിലും പോയി എൻഡ് ചെയ്യുന്നു, ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയി എൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിൽ പോയി എൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ പോയി എൻഡ് ചെയ്യുന്നു, അത് മിക്കവാറും അൺനോട്ടിഫൈഡ് റോഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുക. അതേസമയം അതൊരു മെയിൻ റോഡിൽ പോയി ചേരുകയാണെങ്കിൽ അതെന്താവില്ല, നോട്ടിഫൈഡ് റോഡ് ആകാനാണ് സാധ്യത. അത് ആ ബോഡിയാണ് തീരുമാനിക്കുന്നത്, ലോക്കൽ ബോഡിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ ഇതുപോലൊരു പ്ലാൻ. ഈ പ്ലാനിനെ നമുക്ക് ഒന്ന് സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നതിലേക്ക് നോക്കാം. അതായത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സെറ്റിംഗ് ഔട്ട്. അപ്പൊ ആ സെറ്റിംഗ് ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു സെറ്റിംഗ് ഔട്ട്? എന്താണ് സെറ്റിംഗ് ഔട്ട്? നമ്മൾ പേപ്പറിൽ വരച്ച കാര്യത്തെ ആ സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കലാണ് യഥാർത്ഥത്തിൽ സെറ്റിംഗ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ സെറ്റിംഗ് ഔട്ടിന് സാധാരണയായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് കുറ്റിയടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, അവിടുത്തെ ഓണർ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ഒരു ചടങ്ങായിട്ടാണ് സെറ്റിംഗ് ഔട്ട് നടത്താറ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഇതുപോലെ കല്ല് കെട്ടി ഇതിന്റെ 90 തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ ഒരു സ്ഥലത്ത് നിന്ന് ഈ കോർണർ ആണെങ്കിൽ ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് 3 മീറ്റർ, ഇങ്ങോട്ട് 3 മീറ്റർ എടുക്കും. ഇവിടെ ഒരു നൂല് കെട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 മീറ്റർ 4 മീറ്റർ നൂല് കിട്ടും. ഇത് 5 ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ആണ് ഇത് എത്രയാക്കുന്നത്. ഇത് 5ഉം ഇത് 4ഉം ഇത് 3ഉം ആണെങ്കിൽ ഈ ആംഗിൾ 90 ആയിരിക്കും. ഇങ്ങനെ 90 തിരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെറ്റിംഗ് ഔട്ട് നടത്തുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇവിടെ ഞങ്ങൾ തന്നെ അതിന്റെ സെറ്റിംഗ് ഇതിന്റെ ട്രെയിനിങ് തരുന്നതായിരിക്കും. ഓക്കെ,
അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 3യും അപ്പുറത്ത് 4ഉം എടുത്ത് ഇത് 5 ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ആൾക്കാരെ ആചാരപ്രകാരം വിളിച്ചിട്ട് ഇവിടെ കുറ്റിയടിക്കുന്നു, അല്ലെ? സെറ്റിംഗ് ഔട്ട് നടക്കും. അത് ഓരോ മതവിശ്വാസത്തിലും അതിനനുസരിച്ചിട്ടുള്ള സെറ്റിംഗ് ഔട്ട് ആയിരിക്കും നടത്തുക. അപ്പൊ ഇവർ നേരത്തെ കണ്ട ഇവിടെ പഠിച്ചിരുന്ന ആ കുട്ടികൾ ആണ് ആ സെറ്റിംഗ് ഔട്ടിന്റെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് കൊടുത്തത്. അപ്പൊ അതിനുശേഷം അവിടെ കുറ്റിയടിക്കുകയാണ്. അപ്പൊ അത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഇപ്പൊ എന്റെ തന്നെ വർക്ക് സൈറ്റുകളിൽ പോയിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ, നമ്മൾ ഈ സെറ്റിംഗ് ഔട്ട് ചെയ്യുമ്പോൾ ഏത് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടേ? അത് എഞ്ചിനീയറിംഗിലാണോ വാസ്തുവിലാണോ മറുപടി വേണ്ടേ? എഞ്ചിനീയറിംഗിൽ. എഞ്ചിനീയറിംഗിൽ നമുക്ക് എവിടെയാണോ സൈഡ് യാർഡ് കുറവ്, ഇപ്പൊ ഫ്രണ്ട് കൃത്യം 3 ഉള്ളെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടുത്തെ അളവ് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യണം, അതിനുശേഷം ബാക്കിയുള്ളത് കറക്റ്റ് ചെയ്യണം. ഓക്കെ സാർ. അപ്പൊ അത് കഴിഞ്ഞാല് പിന്നീട് നമ്മുടെ അടുത്ത് ഈ ക്ലയന്റ് ചോദിക്കുന്നത് നമുക്കിവിടെ ഏത് ഫൗണ്ടേഷൻ കൊടുക്കണമെന്ന്. അപ്പൊ പല ടൈപ്പിലുള്ള ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ അറിയാറുണ്ട്. അപ്പൊ അതില് ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹാർഡ് സോയിലുണ്ട്, ലൂസ് സോയിലുണ്ട്, പിന്നെന്തുണ്ട്, മീഡിയം ലൂസ് സോയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയണം, ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ സാധാരണ നമുക്ക് പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്ന പിക്കാസ് ഉണ്ടായിരുന്നു, ഈ ചെറിയ കനം കുറഞ്ഞ സ്ഥലമുണ്ട്, അത് വെച്ച് വെട്ടിയാൽ മാത്രമേ മുറിയുള്ളൂ എന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് 60x60 ഫൗണ്ടേഷൻ കൊടുക്കാം, നല്ല ഹാർഡ് സോയിലായി. ഇനി അടുത്തത് കുറച്ചുകൂടി ലൂസ് ആയിട്ടുള്ളതുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുന്താലി എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി പിക്കാസിനേക്കാൾ കുറച്ചുകൂടെ വീതി കൂടിയ സാധനം വെച്ച് വെട്ടിയ ഇളകി വരുന്നത്. അവിടെയൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു PCC കൊടുക്കും. ഇനി മൺവെട്ടി അഥവാ തൂമ്പ വെച്ച് വെട്ടിയാൽ ഇളകി വരുന്ന സ്ഥലമുണ്ട്. അവിടെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിയിൽ PCCയും കൊടുക്കണം, മുകളിൽ റബിളും കൊടുക്കണം, അതിന്റെ മണ്ടയിൽ ബെൽറ്റും കൊടുക്കണം. ഇങ്ങനെ നമുക്ക് അതിന്റെ ഹാർഡ്നെസ്സിനനുസരിച്ചും ആണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് വ്യത്യാസമായിട്ട് വരാം. ഇപ്പൊ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കോളം ഫുട്ടിക്സ്. അപ്പൊ അത് ഓരോ സോയിലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് ഹാർഡ് സോയിൽ ആകുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് നല്ല കട്ടിക്കല്ലുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ സൈറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കും, സാറേ നല്ല ഉറപ്പുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ പറയടാ ഇത് ഇടാന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് വെട്ടിക്കും. തൂമ്പ് വെച്ച് വെട്ടുമ്പോൾ ഇത് ഇളകി വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് ഉറപ്പില്ല. അപ്പൊ ഈ ഉപകരണം വെച്ചിട്ട്, അതായത് ഏറ്റവും വീതി കുറഞ്ഞ ഇതിനെ പിക്കാസ് എന്ന് പറയുന്നത്, അത് വെച്ച് വെട്ടിയാൽ മാത്രമേ ഇളവുള്ളൂ എങ്കിൽ നമുക്ക് അത്രയും ചെറിയ ഫൗണ്ടേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ വലിയ ഹാർഡ് സോയിലാണ്. അവിടെ ഇതിൽ തന്നെ മെഷീനിൽ തന്നെ പിന്നീട് ഇതിനൊക്കെ ഒരു കമ്പി ഘടിപ്പിച്ചിട്ട് അത് വെച്ചിട്ടാ ഇവർ വിട്ടത്. അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ചോളം വെറും 60 സെന്റ് തന്നെ മതിയാണ്. അപ്പൊ ഇതിന്റെ മെഷീനറിയൊക്കെ വെച്ച് കെട്ടുമ്പോഴും അതിന്റെ ആ സൗണ്ടും അത് കാണുന്ന എത്ര ഒരു ഇതില് അത്രയും ഇതോടുകൂടി ഫോഴ്സോട് കൂടി ചെയ്തിട്ടും ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കരമായ ഹാർഡ് സോയിലാണ്. അവിടെ കൊണ്ടുപോയി നമ്മളിപ്പോ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെ വലിയ ഫൗണ്ടേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം. അതേസമയം ഇപ്പൊ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാല് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. വളരെ ഈസി ആയിട്ട് ഇത് കോരിയെടുക്കാനായിട്ട്.
അപ്പൊ ഇവിടെ നമുക്ക് ഒരു മീഡിയം ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി എന്ന് വെച്ചാൽ അടിയിൽ ഒരു PCC പിന്നീട് ഒരു റബിൾ വർക്ക് കൊടുക്കും. ബെൽറ്റിന്റെ ആവശ്യം ഇല്ല. ഇനി പാറകെട്ടിനെ കുറിച്ച് ആൾക്കാർ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. ഈ റബിൾ വർക്ക് ഏതാണ് നല്ലത്, DR ആണോ RR ആണോ നല്ലത് എന്നൊക്കെ നമ്മുടെ അടുത്ത് പലപ്പോഴും ചോദിക്കാറ്. എന്താണ് DR, എന്താണ് RR? നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. DR എന്ന് പറയുമ്പോൾ ഡ്രൈ റബിൾ മേസണറി അല്ലെ. അതുപോലെ ആ സൈറ്റിൽ തന്നെ ഇതുപോലെ തോണ്ടിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നമ്മൾ പാറ കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പൊ DR ആണോ RR ആണോ ചെയ്യേണ്ടത് എന്നതാണ് നമ്മുടെ ഒരു വലിയ സംശയം. അപ്പൊ ഡ്രൈ റബിൾ മേസണറി എന്ന് പറയുമ്പോൾ പാറ നമ്മൾ കെട്ടുന്നു, അത് ഇതിനെയാണ് നമ്മൾ DR എന്ന് പറയുന്നത്. ഇവിടെ സിമന്റ് ഉപയോഗിക്കാതെ ഇതുപോലെ പാറ അടുക്കുക മാത്രം ചെയ്യും. അങ്ങനെ പാറ അടുക്കി മാത്രം ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇനി അടുത്തതാണ് RR റാൻഡം റബിൾ മേസണറി എന്ന് പറയുമ്പോൾ നമ്മൾ സിമന്റ് മണൽ ഉപയോഗിച്ച് അതിനെ കെട്ടും. അപ്പൊ ഇതിൽ ഏതാണ് സ്ട്രോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ DR ആണ് സ്ട്രോങ്, ഡ്രൈ റബിൾ മേസണറിയാണ് സ്ട്രോങ്. പക്ഷെ ഉള്ളത് അത് സ്ട്രോങ് ആകണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ പോലും ഫില്ല് ചെയ്തുകൊണ്ട് ചെയ്യും. ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല. അതേസമയം റാൻഡം റബിൾ മേസണറിയില് നമ്മൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നത് സിമന്റ് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ഒരു ലോഡ് വരുമ്പോൾ, കംപ്രസീവ് ലോഡ് വരുമ്പോൾ ഈ പാറ പൊടിഞ്ഞു പോവില്ല. പക്ഷെ നമ്മൾ ഈ കെട്ടുന്ന സിമന്റ് പലപ്പോഴും പൊടിഞ്ഞു പോകാൻ. അതുകൊണ്ട് DR ആണ് എപ്പോഴും സ്ട്രോങ്. പക്ഷെ ഇന്ന് DR ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവ്. കാരണം നന്നായിട്ട് ഇത് പാക്ക് ചെയ്ത് കെട്ടാനായിട്ട് അറിയാവുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇതുപോലൊരു റീട്രെയിനിങ് വാളൊക്കെ നമ്മൾ കെട്ടുന്ന സമയത്ത് സാധാരണ ഫൗണ്ടേഷനേക്കാൾ, അതായത് നമ്മൾ സിമന്റ് ഇട്ട് കെട്ടുന്നതിനേക്കാൾ ലേബർ ചാർജ് കൂടുതലാണ് ഇതിന്. ഏതാണ്ട് പഴയ കാലഘട്ടത്തിൽ നമുക്ക്, അതായത് 93-ലൊക്കെയാണ് ഞാൻ വർക്ക് തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കോസ്റ്റിന്റെ 25% മാത്രമായി. അതായത് 1,00,000 രൂപയുടെ വർക്ക് ചെയ്താൽ ഈ 25,000 മാത്രമേ ആവുന്നുള്ളൂ. ഇന്നാകട്ടെ മെറ്റീരിയൽ കോസ്റ്റിന്റെ പകുതി തന്നെ ലേബർ കോസ്റ്റ്, അതായത് എത്രയാണോ മെറ്റീരിയൽ കോസ്റ്റ് അത്ര തന്നെ ലേബർ കോസ്റ്റും. അപ്പോൾ 1,00,000 രൂപയുടെ വർക്കിന് ഞങ്ങൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ 50,000 രൂപയോളം അതിന്റെ ലേബർ കോസ്റ്റ് ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് ഇന്ന് ഈ DR ചെയ്യുന്നത് നമുക്ക് ലാഭമാണ്. എന്നാൽ ഈ DR ചെയ്യുന്നത് ലാഭകരമായ ഒരു മെത്തേഡ് ഉണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷനുകൾ ചെയ്യുന്നുണ്ട്, വീടിന്റെ ഫൗണ്ടേഷനിൽ ചെയ്യും. അപ്പൊ ഈ വീടിന്റെ ഫൗണ്ടേഷനിൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതൊരു കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഇത് പോകുക. കാരണം ഇന്നിപ്പോ സ്ക്വയർ ഫീറ്റ് റേറ്റ് വളരെ കുറഞ്ഞ റേറ്റിൽ ആൾക്കാർ വർക്ക് എടുക്കും. അതായത് ഇന്നിപ്പോ 2,000 രൂപ സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ റേറ്റിൽ വർക്ക് എടുക്കും. അങ്ങനെ എടുക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ ആ ഫൗണ്ടേഷൻ കണ്ടത് ഈ V ഷേപ്പിൽ ഇങ്ങനെ വെട്ടും. മുകളിൽ മാത്രം ഈ പറയുന്ന 60 അല്ലെങ്കിൽ 70 സെന്റിമീറ്റർ വീതി ഉണ്ടാവും. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതിലെ ചോർപ്പ് കണക്കിരിക്കും. അപ്പൊ ഈ ക്ലൈന്റിന് ഇതൊന്നും അറിയില്ല എങ്കിൽ ഇത് ഇങ്ങനെ ചോർപ്പ് കണക്കിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അകത്തെ ക്വാണ്ടിറ്റി വളരെ കുറയും. രണ്ടാമത് ഈ പാറ കൊണ്ടുവന്ന് ചുമന്ന് വരുന്നുണ്ട്. അതായത് മുകളിൽ നിന്ന് വന്നിട്ട് ഇതിന് തട്ടും. ഇങ്ങനെ തട്ടുന്ന സമയത്ത് വരുന്ന കുഴപ്പം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു പാത്രത്തിനകത്ത് നമ്മൾ കുറച്ച് കല്ലുകൾ വാരിയിട്ടാൽ അത് പെട്ടെന്ന് നിറയും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്താലോ അതുകൊണ്ട് താരും. അപ്പോൾ നമ്മൾ ഇവർ ചെയ്യുന്നത്, അതേ റേറ്റ് കുറച്ച് ചെയ്യുന്ന എല്ലാ കോൺട്രാക്ടേഴ്സും പറയുന്നില്ല, റേറ്റ് കുറച്ച് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവരൊക്കെ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഫൗണ്ടേഷൻ ഇങ്ങനെ ചരിച്ചു വെട്ടുക. രണ്ട്, എന്ത് ചെയ്യുക, ഇതിനകത്ത് പാറ ചുമന്നുകൊണ്ടിടുക, ഇട്ടിട്ട് മുകളിൽ കൊണ്ടുവന്നത് ലെവൽ ചെയ്ത് വെക്കാം. അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ ഒരു 20%ഓളം പാറ ലാഭം എന്നാണ് പറയുന്നത്. അതായത് 20, നമുക്കിപ്പോ 1,00,000 രൂപയുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 20 ലോഡ് പാറ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 16 ലോഡ് പാറയിൽ പരിപാടി.
അപ്പോ എന്നാൽ ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി ചെറിയ പീസ് വരെ വെച്ച് കറക്റ്റ് ചെയ്താൽ ഇത് ഭയങ്കര സ്ട്രോങ് ആയി. പക്ഷെ 99% ആൾക്കാരും അങ്ങനെ ചെയ്ത് കാണാറില്ല എന്നതാണ് സത്യം. അപ്പൊ നിങ്ങളൊരു കാര്യം വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യിക്കുന്ന സമയത്ത് ഈ മണ്ണിന്റെ അടിയിൽ പോകുന്നതല്ലേ, ഇതിനി എങ്ങോട്ടും പോകില്ല എന്ന് വെച്ചുകൊണ്ട് ഇന്ന് ഭൂരിഭാഗം പേരും ഈ DRലേക്ക് പോകുന്നുണ്ട്. DRനുള്ള അടുത്തൊരു കുഴപ്പം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തൂടെ എലിയൊക്കെ ചൊല്ലി അകത്തോട്ട് കയറാനുള്ള സാധ്യത. അതേസമയം നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്ത് റാൻഡം ട്രബിൾ മേസണറി തന്നെ ചെയ്താൽ കുറച്ച് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടും. ലേബർ കോസ്റ്റും കൂടും, മെറ്റീരിയൽ കോസ്റ്റും കൂടും. പക്ഷെ ഇത് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ഈ പാറയൊക്കെ കിട്ടുന്നത് നമ്മളെയൊക്കെ സൂപ്പർവിഷൻ ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, സാറേ ആ പാറ കിട്ടിയത് ശരിയാണോ? ഈ ആൾക്കാരൊക്കെ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ കോളേജിലൊക്കെ ഈ പാറ കെട്ടൊക്കെ പഠിച്ചിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് പാറ കെട്ടുന്നത്, പാറ കെട്ടുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ടാണോ കെട്ടുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പാറയുടെ ഈ ആദ്യത്തെ ലെയർ നല്ല ഫിനിഷ്ഡ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ലെയർ അതിന്റെ മുകളിലാണ് ചെയ്യുന്നത്. എന്തിനാ ഇങ്ങനെ ഒരു ലെയർ ഫിനിഷ് ചെയ്തിട്ടാണ്? ഇപ്പൊ ഇവിടെ കണ്ടാൽ അറിയാം, ഇതിന്റെ പുറത്തൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് വീണ്ടും അടുത്ത ലെയർ കിടക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഫിനിഷ് ചെയ്ത്? അവിടെ കുറച്ച് പാറയൊക്കെ ഇങ്ങനെ പൊങ്ങി നിന്നാൽ ഒറ്റ ലെയറായിട്ട് ഇതങ്ങ് പോകത്തില്ലേ? ഇത് എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ക്ലയന്റ് ചോദിച്ചത്. ഞാനും ആദ്യം നോക്കി, നമ്മുടെ കോളേജുകളിലൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ, എന്തിനാ ഇങ്ങനെ ഒരു ലെയർ, അതായത് ഫൗണ്ടേഷൻ തീരുമ്പോൾ ഇതേകണക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടാകും. ഇതിപ്പോ ഇത് നമ്മുടെ റാൻഡം റബിൾ മേസറിലെ കുഴിയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ പാറ കൊടുത്തു. എന്തിനാ ഈ താഴത്തെ ലെയർ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്? ആർക്കെങ്കിലും പറയാമോ എന്തിനായിരിക്കും അങ്ങനെ ഒരു ഫിനിഷിംഗ് ആയിട്ട് താഴത്തെ ലെയർ? പറയാമോ എന്തിനായിരിക്കും അങ്ങനെയെന്ന്? അഭിപ്രായമുണ്ടോ? എന്തിനായിരിക്കും ഈ പറയുന്ന രീതിയിൽ താഴെ നിന്ന് ഒരു താഴത്തെ ലെവൽ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ലെവൽ കിട്ടത്തുള്ളൂ? ബലം കിട്ടാനാണോ? ബലം കിട്ടാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നതല്ലേ ബലം. സാർ, തറയിൽ നിന്നുള്ള ഈർപ്പം എയർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനോ? അല്ല, മണ്ണിൽ നിന്ന് ഈർപ്പം മുകളിലോട്ട് പിടിക്കാതിരിക്കാൻ. അല്ല, അതിനൊന്നുമല്ല. അതിൽ എന്തിനാ ചെറിയ പീസുകൾ വരെ വെച്ച് നല്ല രീതി ചെറിയ പീസ് വരെ വെച്ച് അവർ ലെവൽ ചെയ്യാറ്. ചെറിയ പീസുകൾ വെച്ച് അവർ ലെവൽ ചെയ്യാറ്. എന്തിനാ അത്രയും ചെറിയ പീസൊക്കെ വെച്ച് ലെവൽ ചെയ്യും? അതിന്റെ ആവശ്യം എന്താ? അവിടെ ഇവിടെ നോക്ക്, നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കുകയല്ലേ. എന്തിനാ ഇവിടുന്ന് കുറച്ച് പാറയൊക്കെ പൊങ്ങി എന്താ കുഴപ്പം? അല്ലെങ്കിൽ അത് റഫായിട്ട് നിന്നാൽ രണ്ടും കൂടെ നല്ല ഗ്രിപ്പ് ഉണ്ടാകുകയല്ലേ ചെയ്യുന്നത്. എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? കേട്ടില്ല. ഇളകി പോവാതെ എന്തെങ്കിലും ഒറ്റ കേസേ ഉള്ളൂ. നിങ്ങള് ഈ ചെറിയ പണ്ട് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വലിയ ചോക്കില്ലേ, ഈ വലിയ ചോക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് പൊട്ടിപ്പോകും അല്ലെ? ചെറിയ ചോക്കാവുമ്പോഴും നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ലെയർ, ഇപ്പൊ ഇവിടത്തെ ഒരു ലെയർ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഈ ലെയറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നൊരു ക്രാക്ക് വന്നാൽ ആ ക്രാക്ക് ഇവിടെ വെച്ച് കട്ടാവും. എന്നിട്ട് എങ്ങോട്ട് പോവില്ല? അടുത്തതിലേക്ക്.
അതേസമയം ഇതെല്ലാം കൂടി ഞാൻ ഒരു യൂണിഫോം സ്ട്രക്ചറായിട്ട് കെട്ടിവെച്ചാലോ ഇവിടെ വരുന്ന ഒരു ക്രാക്ക് എന്ത് ചെയ്യും? ഇങ്ങ് താഴെ വരും. അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ഈ തേങ്ങ വെട്ടാനൊക്കെ വരുന്നവർ ഈ മടൽ വെട്ടുമല്ലോ, വെട്ടിയിട്ട് ഇങ്ങനെ കീറുന്ന കണ്ടിട്ടോ, മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തി വെച്ചൊരു കത്തിയിട്ട് ഇങ്ങനെ വലിച്ചൊറ്റ കീറില്ല അല്ലെ? താഴോട്ട് വരുന്നതോറും ഇത് നല്ല സ്പീഡിന് അങ്ങ് കീറും. അപ്പൊ ഇതുപോലെ നിങ്ങൾ പഴയ ഓടിട്ട വീടുകളൊക്കെ നോക്കിയാൽ മതി. ഓടിട്ട വീടിന് ഈ ലിൻഡലില്ല. അങ്ങനെ ലിൻഡൽ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ മുകളിൽ ഒരു ചെറിയ ക്രാക്ക് വന്നാൽ അത് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വരും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ഇത് പാരയൊക്കെ വെച്ചിട്ട് നമുക്ക് പൊക്കാനൊക്കെ പറ്റുന്നത് അല്ലെ? വലിയ വെയിറ്റുകൾ നമ്മൾ പൊക്കുന്നില്ലേ? എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇവിടെ ചെറിയ ലോഡ് കൊടുക്കുമ്പോൾ അപ്പുറത്ത് വലിയ ലോഡ് പോകും. ഇതുപോലെ ഇവിടെയും നമ്മൾ ഇത് ഒറ്റ സ്ട്രക്ചറായിട്ട്, ഒറ്റ യൂണിഫോം സ്ട്രക്ചറായിട്ട് ചെയ്താൽ ഇവിടെ ഒരു ക്രാക്ക് വരുന്ന സമയത്ത് അത് ഇങ്ങോട്ട് താഴോട്ട് വരുന്നതിനനുസരിച്ച് ആ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് വന്നിട്ട് ഇതങ്ങ് പൊട്ടി. താഴോട്ട് വരുന്നതോറും ഇവൻ ഭയങ്കര സൗണ്ടോടുകൂടി ഇവനങ്ങ് പൊട്ടും. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇപ്പൊ ഇവിടെ ഈ ബെൽറ്റ് ബീമാണ് അത് കൊടുത്തേക്കുന്നതെന്ന് പറയുന്നതും ഇത് ബ്രേക്ക് ആക്കാൻ. ഇല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് ഇത് ഒരു ലെയർ ആക്കി ചെയ്തതിന് ശേഷം അടുത്ത ലെയർ വീണ്ടും അതിന്റെ പുറത്തൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരു ലോഡ് എന്ന് പറയുന്നത് ഇത്രയും സ്ഥലത്ത് മാത്രമേ ബാധിക്കത്തുള്ളൂ. അതായത് ഇവിടെ നിന്ന് വരുന്ന ലോഡ് ഇവിടെ വെച്ച് കട്ടാവും. അപ്പൊ ഇത് 1 മീറ്റർ ആണെങ്കിൽ 1 × 1 ടൺ. വീണ്ടും അടുത്തതിൽ വരുമ്പോൾ അവിടെ വെച്ച് കട്ടാം, അതും 1 × 1 ടൺ. അടുത്തത് വരുമ്പോൾ ചിലപ്പോൾ 2 ആണെങ്കിൽ 2 × അത്രയും. അല്ലെങ്കിൽ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് കൂടി ഇവിടെ വരും. അപ്പൊ ഇത് പെട്ടെന്ന് ഫെയിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ റൂഫ് ലെവലൊക്കെ അതിന് മുമ്പ്, അതായത് ഡോറൊക്കെ വെച്ചതിന് ശേഷം കറക്കി ലിൻഡൽ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് മുകളിൽ നിന്ന് ഒരു ക്രാക്ക് വന്നാൽ അത് അവിടെ വെച്ച് കട്ടും. എന്ന് വെച്ചാൽ ആ ബ്രിക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 × ആ ലോഡ് വരില്ല, പകരം 1 × ആ ലോഡ്. തിരിച്ച് അടുത്തൊരു ക്രാക്ക് വന്നാൽ അത് 2 × അത് വെച്ച് കട്ടാം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടി. അതുകൊണ്ട് പലപ്പോഴും ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്തൊക്കെ വീട് വെക്കുന്ന സമയത്ത് ഞങ്ങൾ ത്രൂ ഔട്ട് ഈ ലിൻഡൽ ബീം കൊടുക്കാറുണ്ട്. കാരണം മുകളിൽ നിന്ന് ഒരു ക്രാക്ക് വന്നാൽ അത് അവിടെ വെച്ച് കട്ടാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്തിനാ നമ്മളിപ്പോ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നേ? എന്തിനാ അങ്ങനെ ഒരു ഫിനിഷിങ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഈ പാറ ഇട്ടിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഇതിനൊക്കെ ചെറിയ പീസുകളൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടാണ് അടുത്ത അവര് ഇതിന്റെ മണ്ടയിൽ ഈ ലെയർ കെട്ടുന്നത്. നമ്മളെ ഇത് എന്താണ്? DR ആണ്. DRന്റെ മുകളിൽ RR കെട്ടുന്നു. അതുപോലെ ഇവിടെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു ഫിനിഷ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ ഇത് കെട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ക്രാക്ക് വന്നാൽ, ഈ ഒരു ക്രാക്ക് ഇവിടെ വന്നാൽ ഇത് ഇവിടെ വെച്ച് കട്ടാം. കാരണം താഴെ കയറ്റി യാതൊരു ബന്ധവും. അതേസമയം ഇതും ഒരു യൂണിഫോം സ്ട്രക്ചറായിട്ട് നിങ്ങൾ ഇങ്ങനെ നേരെ കെട്ടിവെച്ചാൽ ഇവിടെ ഒരു ലോഡ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ക്രാക്ക് വന്നാൽ ആ ക്രാക്ക് താഴോട്ട് വിടും. അപ്പൊ അതിന് ഓരോ പീസ് ആയിട്ട് എടുക്കും. കാര്യം ഇവിടെ ഇതിന്റെ ജോലി കംപ്രസീവ് ലോഡ് മാത്രമേ എടുക്കാൻ, ടെൻഷൻ ഇല്ല, എന്ന് വെച്ചാൽ വലിവില്ല, അല്ലെങ്കിൽ തള്ളി മാറ്റലില്ല. അപ്പൊ കംപ്രസീവ് ലോഡ് വരുന്ന സമയത്ത് രണ്ടും 2 സ്ട്രക്ചർ ആയാൽ ആ പൊട്ടൽ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഒരു ലെയർ ഇട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്യും. അങ്ങനെ ഫിനിഷ് ചെയ്യാതെ നിങ്ങൾ ചെയ്താൽ ഇത് രണ്ടും കൂടി ഒറ്റ സ്ട്രക്ചർ ആവും. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന ലോഡ് വരുമ്പോൾ ഇത് പൊട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പഴയ ഓടിട്ട വീടുകളിലൊക്കെ നോക്കിയാൽ മുകളിൽ ഒരു ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ അത് പിന്നീട് വലുതായി താഴെ വരുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ നല്ല ഗ്യാപ്പ് ഉണ്ട്. അതേസമയം നമ്മുടെ കോൺക്രീറ്റ് ഇട്ട വീട്ടിലൊക്കെ ചിലപ്പോൾ എയർ ഹോളിന്റെ അടിയിലൊക്കെ പൊട്ടലുണ്ടാവും. ആ പൊട്ടൽ വന്നിട്ട് എവിടെ വന്ന് തീരും? ആ ലിൻഡലിൽ വന്ന് കട്ടാവും, പിന്നെ താഴോട്ട് പോകും. ഇതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫൗണ്ടേഷന്റെ മുകളിൽ ഒരു ബെൽറ്റ് കൊടുക്കാം. ത്രൂ ഔട്ടായിട്ട് ഒരു കമ്പിയൊക്കെ ഇട്ട് ബെൽറ്റ് വാർത്ത്, അതും ഇതേ കാര്യത്തിലാണ്. നോക്ക്, ഇതുമായിട്ട് ഇപ്പൊ ഇതിന്റെ മുളക്കണ്ട നന്നായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പുറത്ത് നമ്മൾ കട്ട കെട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെട്ടുന്ന സമയത്ത് ആ ഇതിന്റെ എന്തെങ്കിലും ക്രാക്ക് വന്നാൽ അത് ഇതിലോട്ടും ബാധിക്കത്തില്ല, ഈ ഇതിലേക്കും ബാധിക്കത്തില്ല. അതുപോലെ ഇതിലെന്തെങ്കിലും ക്രാക്ക് വന്നാൽ അത് മുകളിലോട്ടും പെട്ടെന്ന് ലോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിട്ട് ബാധിക്കത്തില്ല. അവിടെ വെച്ചത് കട്ടാവും. ഓക്കെ,
അപ്പൊ ആർക്ക് പറയാമോ എന്താണ് എന്റെ കാരണം? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഒന്നും കൂടെ പറയോ? ക്ലിയർ ആയില്ല? ഇല്ല, ഒന്നുകൂടി ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. കണ്ടപ്പോ ഇവിടെ അതാ ഒരു ഓടിട്ട വീടുണ്ട്, നോക്ക്. ഈ ഒരു ഓടിട്ട വീട്ടിൽ എന്തില്ല, ഇവിടെ ഇങ്ങനെ ലിൻഡൽ ഇല്ലെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഒരു ക്രാക്ക് നേരെ താഴെ വരെ വരും. ഓക്കെ ആണല്ലോ? ഇതുപോലെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വലിയ ഒരു ചോക്ക് കഷ്ണം. വലിയൊരു ചോക്ക് കഷ്ണം അതൊരു യൂണിഫോം സ്ട്രക്ചറാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഇതാ ഇരിക്കും. ഇത് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് പൊട്ടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതിനെ ചെറിയൊരു പീസ് ആക്കിയിട്ട് ഇത്രയുള്ള ഒരു പീസ് എടുത്തിട്ട് പൊട്ടിക്കാൻ പറഞ്ഞാൽ പറ്റും. നിങ്ങൾക്ക് വലിയൊരു കമ്പി വളയ്ക്കാൻ എളുപ്പമാണ്, നീളമുള്ള കമ്പി വളയ്ക്കാൻ. അതേസമയം ചെറിയൊരു കമ്പി അതിന്റെ പീസ് തന്നെ ഇത്ര ഒരെണ്ണം എടുത്തിട്ട് വളയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വളയ്ക്കാൻ പറ്റില്ല. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇവിടെയും ഈ ബേസ്മെന്റിന്റെ കേസിൽ ഈ ബേസ്മെന്റ് ഫൗണ്ടേഷന് കൂടി ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ ഒറ്റ ഹൈറ്റിന് കെട്ടിയാൽ 60 സെന്റി പ്ലസ് 45, അപ്പൊ 105 ആണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബേസ്മെന്റില് ചെറിയൊരു ക്രാക്ക് വീഴുന്ന ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് ആകും. അതായത് ആ ലോഡിനെ 65 കൊണ്ട് പിടിക്കും. താഴോട്ട് വരുമ്പോഴോ അത് ഇൻറ്റു വീണ്ടും 60 കൂടെ വരും. അപ്പൊ 105 കൊണ്ടായിരിക്കും ഏറ്റവും താഴെ വന്നിട്ട് പിടിക്കും. അപ്പൊ അത്രയും പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകും. ഇതിന് സ്ട്രെങ്ത് ഇല്ലാതെ. അത് ഒരു ചെറിയ സാധനമാകുമ്പോൾ ഇതിന് സ്ട്രെങ്ത് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ചുടുകെട്ടാ വലിയ പീസ് ആണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് തട്ടിയാൽ പൊട്ടിപ്പോകും. ചെറിയ പീസ് എടുത്തിട്ട് നിങ്ങൾ അതേ കണക്ക് തട്ടിയാൽ പൊട്ടണമെന്നില്ല. നമുക്ക് കൈവച്ചത് തന്നെ ഇപ്പൊ ഏതെങ്കിലും സാധനം പൊട്ടിക്കാം. പക്ഷെ വലിയൊരു കമ്പ് നിങ്ങൾക്ക് നീളമുള്ളൊരു കമ്പ് നിങ്ങൾക്ക് ഒടിക്കാൻ പറ്റും. ചെറിയ കമ്പ് നമുക്ക് ഒടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ കൊണ്ട് ഇതിനെ നമ്മൾ ഓരോ 60 സെന്റിയോ അല്ലെങ്കിൽ 70 സെന്റിയോ കഴിയുമ്പോൾ ഒന്ന് ലെവൽ ചെയ്യും, എന്നിട്ട് അടുത്ത കെട്ടും, വീണ്ടും ലെവൽ ചെയ്യും, വീണ്ടും കെട്ടും. അങ്ങനെയാണ് റീറ്റെയിനിങ് വളക്ക് കെട്ടിക്കൊണ്ടു. അതിന്റെ ഇടയിൽ ചില സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെ ഒരു ബെൽറ്റ് കൊടുക്കാം. അതിപ്പോ നമ്മൾ കണ്ടെടുത്ത് ഇതായതുകൊണ്ടാണ്, ഈ DR ആയതുകൊണ്ടാണ്. റാൻഡം റബിൾ മേസണറി ആണെങ്കിൽ കൊടുക്കണമെന്നില്ല, പക്ഷെ കൊടുത്താൽ കുറെ കൂടെ സ്ട്രോങ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരേ ഹൈറ്റിനെ കെട്ടാതെ ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ ഇതുപോലെ സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്യും. ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ അടുത്ത കെട്ട് കിട്ടും. അപ്പൊ താഴത്ത് എന്തെങ്കിലും ക്രാക്ക് വന്നാൽ അത് മുകളിലുള്ള കെട്ടിനെ ബാധിക്കില്ല. അതായത് ബാധിക്കില്ല എന്നല്ല, ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ശരി. അപ്പൊ ഇനി നമുക്ക് ഒരു നല്ല പാറ എങ്ങനെയാണ് കെട്ടുന്നത് നോക്കാം. പാറ കെട്ടേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ പാറ ഇവരെന്ത് ചെയ്യുന്നു, ഇതേനൊക്കെ എടുത്ത് പൊട്ടിക്കുന്നു അല്ലെ? പൊട്ടിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. എന്തിനാ ഇയാളത് പൊട്ടിച്ച് പീസാക്കുന്നത്? ഇതിന് 2 ലെയറായിട്ട് നിന്നിട്ടാണ് കെട്ടുന്നത്. ഈ വലിയ പാറ വെച്ചിട്ട് നമുക്ക് 45 സെന്റിമീറ്റർ ഒന്നും കെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇതിനെ ചെറിയ പീസാക്കും. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഇയാൾ ഇത് നിന്നിട്ട് പീസാക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഇവര് പാറ കെട്ടുന്നത് 2 ലെയറായിട്ടാണ്. ഒരു പാറ ഈ സൈഡിൽ നിന്ന് വെക്കും, അടുത്ത പാറ ഇവിടെ നിന്ന് വെക്കും. ഇവിടെയും അതേ കണക്ക് തന്നെ ഒരു പാറ ഇവിടെ നിന്ന് വെക്കുന്നു, അടുത്ത പാറ ഇങ്ങനെ വെക്കും. അപ്പൊ 2 പീസുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ബ്രിക്കുകൾ തമ്മിൽ എടുത്തിങ്ങനെ ചേർത്ത് വെക്കുന്ന കണക്കാണ് ഇവര് പാറ കെട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 45 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പൊ 45 സെന്റിമീറ്ററിന്റെ അകത്ത് 2 പീസുകൾ നിൽക്കത്തക്ക രീതിയിൽ ഇവർ ചെറുതാക്കും. അപ്പൊ ഒന്നുകിൽ 2 30 ആക്കും, അല്ലെങ്കിൽ 40 ആക്കും, അല്ലെങ്കിൽ ഒരു 25 20 ആക്കും. അപ്പൊ മറ്റൊരു സ്ഥലത്തെ പീസ് മാറും.
എന്തായാലും ടോട്ടല് നമുക്ക് 45 വരാം. അപ്പൊ ഇതാണ് പാറ കെട്ടുന്നതിന്റെ ബേസിക് തിയറി. അതായത് എന്തിനാണ് നമ്മൾ പാറയെ ചെറിയ ചെറിയ പീസുകൾ ആക്കുന്നത് എന്ന് വെച്ചാൽ 45 സെന്റിമീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ വിഡ്ത്ത്. ഇവര് രണ്ട് സൈഡിൽ നിന്നിട്ടാണ് കെട്ടുന്നത്. അതായത് പാറയുടെ ഒരു സൈഡ് മാത്രം ഇവർ ഭംഗിയാക്കി എടുക്കുകയും ബാക്കിയുള്ള ഇറഗുലർ ഷേപ്പുകൾ മൊത്തം ഇതിന്റെ അകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പാറ കെട്ടാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ കറക്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. ഇതേപോലെ കറക്റ്റ് സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കേണ്ടി. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പോസ്റ്റ് ആകുന്നുണ്ട്. പാറയുടെ ഏതെങ്കിലും ഒരു ഫേസ് മാത്രം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് എടുക്കുകയും ബാക്കി ഫേസുകളെല്ലാം ഇതിന്റെ ഇൻസൈഡിൽ കൊടുക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാറയുടെ ഈ ഔട്ട്സൈഡ് മാത്രമേ പെർഫെക്റ്റ് ലെവലുള്ളൂ. ബാക്കി ഇറഗുലർ ആയിട്ടുള്ളതെല്ലാം ഇതിനകത്തോട്ട് നിൽക്കും. അപ്പൊ ആ രീതിയിലാണ് ഇവര് പാറ കെട്ടുന്നത്. ആണോ? ഇവിടെ ഒരു പാറ എടുത്ത് ഇവർ വെക്കുകയാണ്. രണ്ട് ലെയർ ആയിട്ട് വരുന്നു. അതിൽ ആദ്യത്തെ ലെയർ ഇവരിങ്ങനെ ഇയാൾ വെച്ച് പോകും. അതിനുശേഷം ഇവിടെ ചെറിയ പീസുകൾ ഈ സൈഡിലും വെച്ചു. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ രണ്ട് ലെയർ ആയിട്ടാണ് വെക്കുന്നത്. രണ്ട് സാധനത്തെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് ഇതിന്റെ മധ്യത്ത് ഇറഗുലാരിറ്റി കളഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു കുഴപ്പമുള്ളത്, രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ മുകളിൽ നിന്ന് ലോഡ് വരുമ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ പിരിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഊരി. അതുകൊണ്ടാണ് നമ്മൾ കോളേജിലൊക്കെ ഇംഗ്ലീഷ് ബോർഡും ഫ്ലമിഷ് ബോർഡും ഒക്കെ പഠിക്കുമ്പോൾ ഹെഡ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. അതായത് രണ്ട് കട്ട ഇങ്ങനെ വെച്ചാൽ അടുത്ത കട്ട തിരിച്ചു വയ്ക്കും. അപ്പൊ അതിനായിട്ട് ഇവരിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നോക്കുക. സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണ്ട ഒരു കല്ല് കാണ്ട ഇങ്ങനെ കയറി അകത്തോട്ട് നിൽക്കും. കാണുന്നുണ്ടോ? ഇവിടെ ഒരു പീസ് വെച്ചു, ഇവിടെ ഒരു പീസ് വെച്ചു. ഇത് രണ്ട് പീസും ഒരേ ലെവലാണ്. പക്ഷെ ഈ ഒരു ജോയിന്റിന്റെ ഈ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പാറക്കഷ് പീസ് ഇതിനകത്തോട്ട് കയറി നിൽക്കും. അപ്പൊ ഒരു വലിയ പീസ് എടുത്ത്, അതായത് 30 സെന്റിയുടെ രണ്ട് പീസുകൾ രണ്ട് സൈഡിലായിട്ട് വയ്ക്കും. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഒരു 40 സെന്റിയുടെ ഒരു പീസ് ത്രൂ ഒട്ടിങ്ങ് കയറ്റി നിൽക്കും. കണ്ട ഇതുപോലെ ഇങ്ങനെ കയറി നിൽക്കും. കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കയറി. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരൂ. അപ്പൊ നമ്മൾ പാറക്കെട്ടിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു സാധനം, രണ്ട് സൈഡിലും രണ്ട് പാറകൾ വെക്കും. പക്ഷെ 2 or 3 പാറകൾ വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാറ ഇങ്ങനെ ത്രൂ ആയിട്ട് വെക്കും. അതായത് ഈ ഒരു വെർട്ടിക്കൽ ജോയിന്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു പാറ സെന്ററിൽ കൂടെ അകത്തോട്ട് കയറ്റി വെക്കും. അങ്ങനെ കയറ്റി വെച്ചാൽ മാത്രമേ ഇതിന് ലോഡ് എടുക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വലിയ ലോഡ് വരുമ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പിരിഞ്ഞു. കാര്യം 30 സെന്റിയുടെ രണ്ട് പീസുകൾ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പീസ് ഇളയുന്നു. അപ്പൊ ഇതാണ് ഒരു എഞ്ചിനീയർ എന്നുള്ള കലയിൽ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടി പറയണോ? ഓക്കെ സർ. ഇവിടെ നോക്കൂ. ഇവിടെ നട ഈ ഒരു പാറയാണ്. ഇപ്പൊ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നട ഈ ഒരു പാറ ഇങ്ങോട്ട് കയറി കുറച്ചുകൂടി അകത്തോട്ട് കയറി നിൽക്കുന്നുണ്ടോ? ഇവിടെ വയ്ക്കുന്ന ഈ ഒരു പാറ ലൈനായിരിക്കും. അടുത്ത് ഈ വെക്കുന്ന പാറയും ഇത് കിടന്ന് പോകും. അപ്പൊ ഈ ഒരു പാറ ഇങ്ങനെ അകത്തോട്ട് കയറി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ജോയിന്റിനെ ഇത് കട്ടാക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാറ ഇപ്പൊ ഇവിടെയാണ് ഇതാണ് വെക്കുന്നത്. രണ്ട് പാറ വെച്ചതിന് ശേഷം അടുത്തൊരു പാറ ഇങ്ങനെ വെക്കും.
ഇങ്ങനെ വെച്ചാണോ ഇവർ കെട്ടുന്നതാണ് നിങ്ങൾ ഒന്ന് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉള്ള വർക്കാണ് ചെയ്യുന്നത് പറയാൻ പറ്റും. പലപ്പോഴും ഇത് നല്ല വർക്കേഴ്സ് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യും. എന്നാൽ ഇത് മോശപ്പെട്ട ആൾക്കാർ ഈ രണ്ട് സൈഡിലും മാത്രം വെച്ചിട്ട് ഇടയ്ക്ക് ഈ കല്ല് വെക്കുന്നത് ഒഴിവാക്കി. ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാർ. ശരി. അടുത്തതായിട്ട് ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാല് പലപ്പോഴും വർക്കേഴ്സ് ഒക്കെ നമ്മളെ പറ്റിക്കുന്ന ഒരു മെത്തേഡുണ്ട്. അതായത് രണ്ട് പീസായിട്ടുള്ള രണ്ട് ചെറിയ പാറകള് ഇങ്ങനെ രണ്ട് സൈഡിലും വെക്കും. ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വേറൊരു പാറ എടുത്ത് ഇങ്ങനെ കമിഴ്ത്തി വെക്കും. ഇപ്പൊ രണ്ട് പീസ് പാറ ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വേറൊരു പീസ് പാറ എടുത്ത് ഇങ്ങനെ അടച്ചു. അപ്പൊ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു പീസ് ഉള്ളതായിട്ട് തോന്നും, ഇപ്പുറത്തും പീസ് ഉള്ളതായിട്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ മൊത്തം ഗ്യാപ്പായി. അപ്പൊ ഒരു പാറ ഇങ്ങനെ വെക്കുന്നു, ഒരു പാറ ഇങ്ങനെ വെക്കുന്നു, ഒരു പാറ ഇങ്ങനെ വെച്ചു, അടുത്ത പാറ ഇങ്ങനെ എടുത്തു വെക്കും. അപ്പൊ ഇതിന് നന്ന് 30 സെന്റി വീതിയൊന്നുമില്ല, ആകെ 10 സെന്റിയോ 15 സെന്റിയോ വീതി ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിടക്കും. എന്നിട്ട് ഇതിന്റെ മുകളിൽ വേറൊരു പാറ കൂടെ എടുത്തു വെക്കും. അപ്പൊ ഇതിന്റെ ഇടം മൊത്തം പൊള്ളയായിട്ട് കിടക്കും, അതായത് ഹോളായിട്ട് കിടക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് മൊത്തം ഇവർ ഫില്ല് ചെയ്ത് പോകുന്നതാണ്. ചെറിയ ചെറിയ പീസുകളൊക്കെ എടുത്ത് അതിനകത്ത് ആ ഗ്യാപ്പ് മൊത്തം ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ട്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള വർക്കുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അതായത് ഈ രണ്ട് പാറയുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടോ, അല്ലാതെ ഫില്ല് ചെയ്യാതെ അതിന്റെ മുകളിൽ വേറൊരു പീസ് എടുത്തു വെച്ചാൽ താഴെ എന്ത് നടക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതിന് ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പാറയുണ്ട്, അപ്പുറത്തും ഒരു പാറയുണ്ട്, ഇതിന്റെ മുകളിലും പാറയുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഇതിന്റെ അടിയിലായിട്ട് ഈ പാറകൾ തമ്മിലുള്ള ഗ്യാപ്പ് താണ്ടപ്പോൾ ഇദ്ദേഹം ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്യാതെയും ഇവർ വർക്ക് ചെയ്യും. നമുക്കൊന്നുകൂടെ നോക്കാം, ആ വീഡിയോ ഒന്നുകൂടെ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ ഇപ്പൊ രണ്ട് പീസുകൾ വെച്ചപ്പോ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് കുറവാണ്, കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു പാറ വെച്ചു, ഇവിടെയും പാറ വെച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഗ്യാപ്പ് വളരെ കുറവാണ്. ഈ സ്ഥാനത്ത് ഈ ഒരു വലിപ്പമുള്ള പാറ മാത്രമേ വെക്കുന്നുള്ളൂ. ഇവിടെ ഇത്ര വലിപ്പമുള്ള ഒരു പാറ ഇവിടെ വെക്കുന്നു. ഇവിടെയും അത്രയും വീതി കുറഞ്ഞ ഒരു പാറ എടുത്തു വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു വീതി കൂടിയ പാറ ഇങ്ങനെ വെക്കും. വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ഇരിക്കുന്ന അത്രയും ഗ്യാപ്പ് അങ്ങനെ ഓപ്പൺ ആക്കി കിടക്കും. ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതിനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കുത്തി നിർത്തി കെട്ടുക എന്ന് പറയും. അതായത് ഇങ്ങനെ ചരിച്ചു വെച്ച് കെട്ടിയിട്ട് വർക്ക് ചെയ്യും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ 10 to 20% ലാഭം ഉണ്ടാക്കുന്നു. അപ്പൊ എങ്ങനെയാണ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാർ നമ്മളെ പറ്റിക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അത് ആ പെർഫെക്റ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യിക്കലാണ്. അപ്പൊ അതിന് നമ്മുടെ കോളേജുകളിലോ മറ്റു കാര്യത്തിലോ ഈ പാറ എങ്ങനെ കെട്ടുന്നത് നമ്മളെ ആരെയും പഠിപ്പിക്കുന്നില്ല. എന്നെയും പഠിപ്പിച്ചിട്ടില്ല, ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാൽ ക്ലയന്റും മറ്റുള്ളവരും ഒക്കെ വിചാരിക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, ഇവർ കെട്ടുന്നതിന്റെ മിസ്റ്റേക്ക് ഒക്കെ വിളിച്ചു പറയാൻ കഴിയും. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് ബോധ്യമായിരിക്കണം.
ഇനി നമ്മുടെ ഈ ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് എന്നോടൊപ്പം തന്നെ സൈറ്റിൽ വന്നിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്, നമ്മൾ ചെയ്യുന്ന വീടുകളൊക്കെ, ഇപ്പൊ ഞാൻ ഈ വീട് വയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ 31ാമത്തെ വർഷം, ഞാൻ പണ്ട് ചെയ്ത ആൾക്കാരുടെ മക്കൾക്കാണ് ഇപ്പൊ വീട് വയ്ക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ടും നന്നായിട്ടും ചെയ്യാനായിട്ട് സാധിച്ചതാണ് എന്റെ ജീവിതത്തിലെ വലിയൊരു വിജയമായിട്ട്. അപ്പൊ ഇത് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് 5 ദിവസത്തെ ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. വെറുതെ കുറെ സോഫ്റ്റ്വെയർ പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ പോയി നമ്മൾ കുറച്ചു കാലം നിൽക്കുക, അതൊക്കെ വിട്ടിട്ട് നിന്നെ ആര് പഠിപ്പിക്കുന്നു എന്നതോടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ പഠിക്കാൻ നിൽക്കുന്ന, അവിടെ പഠിപ്പിക്കാൻ നിൽക്കുന്നവനെ 5000 രൂപയ്ക്ക് 10000 രൂപയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ അവന് നിങ്ങൾക്ക് അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. രണ്ട്, നിങ്ങൾ സൈറ്റിലൊക്കെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോഴേ, അല്ലെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മളെ കൊണ്ടുപോയി ഏതെങ്കിലും കമ്പനികളിൽ കൊണ്ടുപോയി 5000 10000 അല്ലെങ്കിൽ 15000 നിർത്തും. അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാ? നിങ്ങൾക്ക് മുമ്പേ വർക്ക് ചെയ്ത് അവിടെ കയറിയ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അവനെ ഈ പണി നന്നായിട്ട് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അവൻ ഇപ്പോഴും 15000 20,000 അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഇതുപോലുള്ള ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അങ്ങനെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ക്ലയന്റ്, ആൾക്കാർ നിങ്ങളെ തേടി വരും. എങ്ങനെന്താണ് അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സൈറ്റിൽ നിൽക്കുന്നവനല്ല എഞ്ചിനീയർ. ഇപ്പൊ ഞാനൊക്കെ പോലെ 5 or 10 മിനിറ്റ് സൈറ്റിൽ ചെന്നിട്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരു മാസം വാങ്ങുന്ന ഫീസ് വാങ്ങുന്നവരാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള എഞ്ചിനീയർ. അവിടേക്ക് എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം അതേ കണക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. കാരണം ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കണ്ടാലറിയും, വലിയ വിദ്യാഭ്യാസമോ വലിയ അറിവൊന്നും ഇല്ലാത്തവരാണ് ഇതൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ അവർക്ക് ചെയ്യാമെങ്കിൽ ഈ പറയുന്ന നല്ല തിയറി ആയിട്ടും അല്ലാതെയൊക്കെ നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്കും ഇതൊക്കെ ചെയ്യാവുന്നത്. നമ്മളെ നമ്മൾ ഇതൊന്നും ചെയ്ത് ചെയ്യേണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെയ്യുമ്പോഴുള്ള തെറ്റുകൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തെറ്റുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ ആ കാര്യം നമ്മൾ നേരിട്ട് കണ്ട് നന്നായിട്ടത് പഠിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവര് പാറ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ 2 സൈഡിലും പാറ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പാറ, ഇവിടെയുണ്ട്, ഇവിടെയും പാറയുണ്ട്. കണ്ടോ? ഈ ഒരു പാറ കണ്ടോ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നത് കണ്ടോ? ഈ ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവരൊരു പാറ വെച്ചു. ഇനി ഇവരെടുത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്തിനാ ഈ പാറ കൊടുത്തതെന്ന് ചോദിച്ചാൽ, ആ പാറ കെട്ടേണ്ടത് അങ്ങനെയാണ്, കുരുത്ത് കെട്ടണമെന്നൊക്കെ അവർ പറയാം. ഇങ്ങനെ 2 സ്ഥലത്ത് വരുമ്പോൾ ഇതിങ്ങനെ കുരുത്ത് കെട്ടണം, ഇല്ലെങ്കിൽ ഇത് മറിഞ്ഞു. അത് അവർക്കറിയാം. അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് അറിവുകൾ അവർക്ക് അറിയില്ല. എന്തിനാണ് ചെയ്യുന്നതെന്നോ അതിന്റെ ശാസ്ത്രീയതയോ അവർക്കറിയില്ല. 2 or 3 പാറ വരുമ്പോൾ ഇങ്ങനെ കൊരുത്ത് കെട്ടണോ സാറേ എന്ന് പറയും. ഇല്ലെങ്കിൽ ഇവര് ഇതിന്റെ മുകളിൽ വരുന്ന പാറയെങ്കിലും ഇങ്ങോട്ട് കയറ്റി ഇങ്ങനെ കൊടുത്തു, അടുത്ത ലൈനിൽ വരുന്ന പാറയെങ്കിലും ഇതിനെ ബ്രേക്ക് ചെയ്യത്തക്ക ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഇതിനെക്കുറിച്ചൊരു ധാരണ വന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഓക്കെ ആണോ? സാർ. അപ്പൊ ഇതിൽ പാറകത്ത് കണ്ടാൽ പറയാൻ പറ്റുമോ ഇത് ശരിയായ ആളാണോ വർക്ക് ചെയ്യുന്നത്, അല്ലാത്തവരാണോ? അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു ചെറിയ ഗ്യാപ്പ് വരാം, ഒരു ചെറിയ പീസൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കള്ളത്തരം കാണിക്കുന്നവർ ഈ പീസ് ഒന്നും ഇട്ട് ഫില്ല് ചെയ്യാതെ ഇതിന്റെ മുകളിൽ അടുത്തൊരു പീസ് കൂടെ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ കേട്ടില്ല? ഈ പ്രോബ്ലം ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മളെ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കൺസൾട്ടന്റ് എന്ന് വെച്ചിട്ടോ നമ്മളെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് നന്നായിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പൊ അവരത് കറക്റ്റായിട്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ പോലുള്ളവർക്ക് ഇത് അറിയില്ല. നമുക്ക് കുറെ തിയറി ആയിട്ടുള്ള കാര്യങ്ങളെ അറിയാം. അപ്പൊ അത് വിട്ടിട്ട് നിങ്ങളൊക്കെ ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറിലേക്ക് പോകാൻ പറ്റും. അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ള കാലഘട്ടമല്ല. ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ചിരിക്കണമെന്ന് മാത്രമേ. ഓക്കെ.
അതിന് ആ കൊച്ചു കൊച്ചു പീസുകളൊക്കെ എടുത്തിരുന്നുണ്ടോ? അത് ഇതിന്റെ അകത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് അറിയാം അതിന് വേണമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇതിനകത്തോട്ട് കൊച്ചു കൊച്ചു പീസുകൾ ഇറക്കി വെച്ചു. അവിടെ നിന്ന് ആ ലേഡി കൊച്ചു കൊച്ചു പീസുകൾ എടുത്ത് ഇപ്പുറത്തിട്ട് കൊടുത്തതുണ്ടല്ലോ. അപ്പൊ ഒരാൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ അയാള് ആ പാറ പൊട്ടിക്കുന്ന ആള് എന്തിനായിരുന്നു ആ ചെറിയ ചെറിയ പീസായിട്ട് അത് പൊട്ടിച്ചതെന്ന്? അത് ഫില്ല് ചെയ്യാനും ഗ്യാപ്പ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനല്ലേ? ഓക്കെ. ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ പറയുക ഇയാൾ ഇവർ ചെയ്യുന്ന നല്ല വർക്കാണോ മോശപ്പെട്ട വർക്കാണോ? മോശപ്പെട്ടതല്ലേ? എന്തുകൊണ്ട്? ആ പാറയൊന്നും കറക്റ്റ് ആയിട്ടല്ല വെച്ചിട്ടുള്ളത്. കേട്ടില്ല, ഒന്നുകൂടെ പറയും. ഓക്കെ. അപ്പൊ ഇത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അടുത്തതായിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇതിന്റെ മണ്ടയിൽ ബെൽറ്റ് കൊടുക്കും. എന്തിനാ ഇവിടെ ഇങ്ങനെ ഈ ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്? ഇതെന്ത് മണ്ടേ എന്തിനാ ഇങ്ങനെ ഒരു കോൺക്രീറ്റിന്റെ ഒരു ബെൽറ്റ് ഇങ്ങനെ കൊടുക്കുക? ഇതിനാണ് നമ്മൾ ബെൽറ്റ് എന്നാ പറയുന്നത്. എന്തിനാ ഇത് കൊടുക്കുന്നത്? സാറ് നേരത്തെ പറഞ്ഞ പോലെ ആ ലോഡ് വെപ്പോ ആ സ്ട്രെങ്ത് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാനും ഉം. പിന്നെ അതുപോലെ സാർ ഈ മണ്ണിൽ നിന്നുള്ള ഈർപ്പം ചെവരി പിടിക്കാതിരിക്കാനും ഇതേ ബെൽറ്റ് ആപ്ലിക്കബിൾ അല്ലേ? ബെൽറ്റ് വേണമെന്നില്ല. അത് നമ്മൾ വാട്ടർ പ്രൂഫിന്റെ ഇപ്പൊ ഇതിന്റെ പുറത്ത് അടിച്ചേക്കുന്നത് എന്തിനാ പിന്നെ വാട്ടർ പ്രൂഫ് കൂടെ കൊടുക്കേണ്ടി വന്നത്? ഇപ്പോഴും പാറപ്പൊടിയൊക്കെ വന്നതിന് ശേഷമാണ് ഈ വെള്ളം റൈസ് ചെയ്ത് മുകളിലോട്ട് കയറുന്നത്. അപ്പൊ ആ റൈസ് ചെയ്ത് കയറുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന് ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒരു കെമിക്കൽ അടിച്ചു കൊടുക്കും. അതായത് നമ്മൾ പാറ കെട്ടിയിട്ട് ബെൽറ്റ് കൊടുത്താൽ ഇത് മാറും എന്നുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ടായിരുന്നു? ഇതിനെ കൊണ്ടെങ്കിൽ ഈ വാട്ടർ പ്രൂഫ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പാറപ്പൊടി ഇതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, എംസാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് വെള്ളം റൈസ് ചെയ്ത് കയറും. പക്ഷെ മണലില് അങ്ങനെ വെള്ളം റൈസ് ചെയ്ത് കയറത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്ത വീടുകൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഭിത്തി പൊരിഞ്ഞിടം വെള്ളം റൈസ് ചെയ്തിട്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ വാട്ടർ പ്രൂഫ് കൊടുത്ത് മാത്രമേ നിങ്ങൾ ചെയ്യാം. ഓക്കെ. ഓക്കെ സാർ. അപ്പൊ ഇത് വാട്ടർ പ്രൂഫ് കൊടുത്ത് നിങ്ങളത് ചെയ്ത് റെഡിയാക്കി എടുത്താൽ ഇത് കറക്റ്റ്. അപ്പൊ ഈ പാറകെട്ട് എങ്ങനെയാണ് ഈ കെട്ടിയിരിക്കുന്നത്? ഇനി നിങ്ങൾ നോക്കിയിട്ട് പറയാം നല്ല വർക്കാണോ മോശപ്പെട്ടാണോ? നല്ല വർക്കാണ് സാർ. ഇതിലൊന്നും തന്നെ എന്ത് വെച്ചില്ല, ക്രോസ് ചെയ്ത് പാറ വന്നിട്ടില്ല. ശ്രദ്ധിച്ചോ? വെറുതെ കുറെ പീസുകൾ ഇങ്ങനെ വാരി ലെയർ ചെയ്ത് ഇട്ടേക്കുന്നത് ഇങ്ങനെ കുഴിക്കകത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 2 ലെയർ വരികയോ അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് അടുത്ത ഇപ്പൊ ഈ ഒരു പാറ ഇരിക്കുന്നു, അടുത്തൊരു പാറ ഇപ്പുറത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ എന്ത് ചെയ്തില്ല, ക്രോസ് ചെയ്ത് വന്നിട്ടില്ല. മുകളിലോട്ട് കിട്ടുന്നത് അവർ മര്യാദയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ താഴെ ചെയ്തതൊന്നും എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് ക്രോസ് ചെയ്തല്ല കിട്ടിയത്. വെറുതെ കുറച്ച് ഫസ്റ്റ് ലെയറും അതുപോലെ തന്നെ ചെയ്യണമല്ലേ? ഫസ്റ്റ് ലെയറും അതുപോലെ ക്രോസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സൈഡിലെ മണ്ണ് എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാറിപ്പോയില്ലേ? ഓക്കെ. അപ്പൊ സൈഡിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴത്തേക്ക് ഫൗണ്ടേഷനിൽ ഡാമേജ് വരുമല്ലേ സാർ? തീർച്ചയായും തീർച്ചയായും. അതുമല്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുലുക്കം വരെ അല്ലെങ്കിൽ ഹെവി ലോഡ് വരുമ്പോൾ മണ്ണുകൊണ്ട് മാറുകയൊക്കെ ചെയ്യും. സൈഡിൽ എന്തെങ്കിലും വെള്ളക്കെട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള വീടുകളിലാണ് ഈ റൂഫിലെ വെള്ളം
ഏതെങ്കിലും കോർണറിൽ വീഴും. അപ്പൊ ആ കോർണറിലെ മണ്ണങ്ങ് ലൂസാവും. അപ്പൊ ഈ ലോഡ് ഇരിക്കുന്നതുകൊണ്ട് ഈ പാറ കൊണ്ട് ഇങ്ങോട്ടങ്ങ് നീങ്ങി കൊടുക്കും. അപ്പൊ ഇന്ന് 99% ആൾക്കാരും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഇതുപോലെ അറിയാവുന്ന ആൾക്കാരുടെ ആവശ്യം ഇന്ന് വളരെ വലുതാണ്. കാര്യം നല്ല വീട് വെക്കണമെന്നാണ് എല്ലാ ക്ലയന്റിന്റെ ആവശ്യം. അപ്പം അവിടെ നിങ്ങളെപ്പോലുള്ള പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ ഇത് നന്നായിട്ടൊക്കെ പഠിക്കണം. പഠിച്ചിട്ട് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീടുകൾ ചെയ്യണം നോക്കണം. ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാണിക്കും. ഞാൻ ആദ്യം കാണിച്ച ആൾക്കാർ നല്ല രീതിയിലാണ് ആ വർക്ക് താഴെ നിന്ന് സിമെന്റ് ഒക്കെ ഇട്ട് ക്രമീയാക്കി വരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? റേറ്റ് കുറയ്ക്കാനാണ്. ഇപ്പോൾ 2000 രൂപ സ്ക്വയർ ഫീറ്റിന് ഉണ്ടെങ്കിൽ ഇവരൊക്കെ വർക്ക് എടുക്കുന്ന 1700 രൂപയ്ക്കാണ്. നമ്മള് ഇതിലൊക്കെ പരസ്യം കാണാറുണ്ടല്ലോ, 1700 രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന്. അപ്പൊ എന്നിട്ട് ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് വെളി മുതലാക്കുന്ന അതാണ് നല്ലത് എന്നുള്ള ഇത് ചെയ്തിട്ട് പോകുന്ന ചിന്തിക്കുന്ന ഒരു കൂട്ടം. അപ്പൊ ഞാനൊക്കെ പറയാറ്, നമുക്കൊരു വർക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സമ്പന്നതയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കിയവർക്കെല്ലാം തന്നെ ബേസിക് ആയിട്ട് കുറെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? അട്രാക്ഷൻ. അതായത് നമ്മളൊരു വലിയ ഹോട്ടൽ കാണുമ്പോൾ കയറുന്നത് പോലെ അവിടെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. 2, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കും, സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. 3-ാമത്തെ കേസ്, അവർക്ക് വില കൂട്ടി വിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളൊരു പ്ലാൻ വരയ്ക്കുന്നു. നിങ്ങളൊരു പ്ലാൻ വരച്ചാൽ ആദ്യമായിട്ട് ഒരു പ്ലാൻ വരച്ച് കൊടുക്കുന്നതിന് ഒരു വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ നിങ്ങളുടെ അടുത്ത് എന്തായിരിക്കും പറയുന്നത്? മക്കളെ, റേറ്റ് കുറച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് വർക്ക് കിട്ടും. ഇല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? യെസ് ഓർ നോ? റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് സമ്പന്നതയിലേക്ക് എത്താം. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നിങ്ങൾ റേറ്റ് കുറച്ച ഒരു സാധനം മേടിക്കില്ല. ഞാനിപ്പോ റേറ്റ് കുറവാണ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങത്തില്ല. റേറ്റ് കുറഞ്ഞുകൊണ്ട് നിങ്ങൾ വാങ്ങില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? റേറ്റ് കുറച്ച് ഞാൻ തരാം, നിങ്ങൾ സാധനം വാങ്ങും. നിങ്ങൾ പറയാം അത് റേറ്റ് കുറവാണ് അതുകൊണ്ട് വേണ്ടെന്ന് പറയും. ഞാൻ പറയുന്നത് ഒരു ബിരിയാണിക്ക് ഇപ്പൊ എത്ര രൂപ വില? 150. ഒരു അമ്മൂമ്മ വന്നിട്ട് പറയാണ്, മക്കളെ ഈ ബിരിയാണിക്ക് 10 രൂപയുണ്ട്, നിങ്ങൾ മേടിച്ച് കഴിക്കും. എന്തുകൊണ്ട്? ക്വാളിറ്റി. അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. ഇനി നിങ്ങളുടെ സഹോദരിയുടെ മകൾക്ക് ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചു, ഒരു മാസം പ്രായമുള്ളൊരു കുട്ടിയാണ്. അതിനെ ഒരു സോപ്പ് മേടിക്കാനായിട്ട് നിങ്ങളെ കടയിൽ പറഞ്ഞു. നിങ്ങൾ കടയിൽ ചെന്നു, സോപ്പിന്റെ ജോൺസന്റെ സോപ്പാ മേടിക്കാൻ 250 രൂപയാണ്. അപ്പോഴാണ് കടക്കാരൻ പറയുന്നത്, പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ജോൺസനേക്കാൾ നല്ല ബെസ്റ്റ് സാധനമാണ്, ഇതിന് 50 രൂപയാണ്. മേടിക്കൂ? സ്വർണം ഇല്ല. കാരണം എന്താ? അതേസമയം ഇയാൾ പറയാണ് ജോൺസനേക്കാളും കൂടിയ ഒരു സാധനം വന്നിട്ടുണ്ട്, ഇത് 260 രൂപയാണ്, ഇതിൽ ബദാം അടങ്ങിയിട്ടുണ്ട്, കുങ്കുമപ്പൂ അടങ്ങിയിട്ടുണ്ട്, ഇത് കൊച്ചിന് പറ്റിയുള്ള രോഗങ്ങളൊന്നും വരൂല, ഇവിടെ നിന്ന് എല്ലാവരും മേടിക്കുന്നതാണ്, നീ മേടിച്ചോണ്ട് പോകുന്നു പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? മേടിക്കും. അപ്പോ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഈ പ്ലാൻ വരപ്പില് വില കുറച്ചാൽ ഒരുപാട് വർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ഇത് കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ സ്വഭാവം വെച്ച് നമ്മൾ ഈ വില കുറഞ്ഞ സാധനം മേടിക്കും. അതായത് 10,000 രൂപയുടെ പ്ലാൻ നിങ്ങൾ 1000 രൂപയ്ക്ക് മേടിച്ചാൽ വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് വെളിയിലിറങ്ങിയ ആൾക്കാർ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്. അത് 10,000 രൂപയുടെ സാധനമല്ലേ, ഇവന് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ മേടിച്ചത്. ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ മേടിക്കില്ല. അങ്ങനത്തെ സ്വഭാവമല്ലേ നിങ്ങള്. പിന്നെ പ്ലാന്റെ കാര്യത്തിൽ വ്യത്യാസം വരുമോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ വില കുറച്ച് വിറ്റാൽ ഒരുപാട് കച്ചവടം നടക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ചവനല്ലേ ഇവിടെ നമുക്ക് തട്ടുകട നടത്തുന്നത്? 5 രൂപ ചായ, 5 രൂപ കടി, ആവശ്യമുള്ള കച്ചവടമുണ്ട് അല്ലെ? പക്ഷെ അതേ ചായയും അതേ പാല് തന്നെയാണ് തൊട്ടടുത്ത് ഒരു 2 സ്റ്റാർ ഹോട്ടലുകാരൻ 25 രൂപയ്ക്ക് വിൽക്കും, 5 സ്റ്റാർ ഹോട്ടലുകാരൻ 150 രൂപയ്ക്ക് വിൽക്കും. ആരാ സമ്പന്നൻ? 5 സ്റ്റാർ ഹോട്ടലുകാരൻ. എന്തുകൊണ്ടാ? എന്താ അവന് കച്ചവടം ഇല്ലേ?
ഒരാൾ വന്നിട്ടാണ് ഞാൻ അവിടുത്തെ തട്ടുകടയുടെ മുതലാളിയാണ്, ഇയാൾ പറയണത് ഞാൻ ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ. നിങ്ങൾ ആരെയാ ബഹുമാനിക്കുക? അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നതും നമ്മളിപ്പോ പഴം വരയ്ക്കുന്ന കേസിൽ വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതും റിയാലിറ്റിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് 1 കിലോ തക്കാളി മേടിക്കാം, നിങ്ങൾ മാർക്കറ്റിലേക്ക് കയറും. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു അമ്മൂമ്മ കുറച്ച് തക്കാളി വെച്ചോണ്ടിരിക്കും. നിങ്ങൾ ഈ തക്കാളി എടുക്കുന്ന സമയത്ത് അമ്മ എത്ര രൂപയെന്ന് ചോദിക്കും. അത് 1 കിലോ മക്കളെ 50 രൂപയെന്ന് പറയും. നിങ്ങൾ 50 രൂപ കൊടുക്കും. ഉടനെ ചോദിക്കും അമ്മൂമ്മ കുറയില്ലേന്ന് ചോദിക്കും, അല്ലേ? യെസ് ഓർ നോ ചോദിക്കും. അപ്പൊ അമ്മൂമ്മ 40 രൂപ പറയും. വേണമെങ്കിൽ നമ്മൾ 40 രൂപയും കൊടുത്ത് പിന്നെ എന്ത് ചെയ്യും, കുറച്ച് ഒരു തക്കാളി എടുത്തിട്ട് കവറ് മേടിച്ച് എല്ലാം കൊണ്ട് കൊണ്ടുവരും. ഇതേ നമ്മൾ തന്നെ ലുലു മാളിൽ പോവുകയാണ്. അവിടെ പോയിട്ട് 1 കിലോ തക്കാളി മേടിക്കാൻ നിന്നിട്ട് എനിക്ക് 1 കിലോ തക്കാളി വേണം, യൂസഫ് അലി എവിടെയെന്ന് ചോദിക്കും. നമ്മൾ അവിടെ കൃത്യമായിട്ട് ആ തക്കാളിയൊക്കെ എടുത്തോണ്ട് പോകുമ്പോൾ 1 കിലോ 10 ഗ്രാം ഉണ്ട്, അതിന്റെ പൈസ 55 രൂപയും കൊടുത്ത് നമ്മൾ കവറിനും പൈസ കൊടുത്ത് നമ്മൾ മര്യാദക്കാരായിട്ട് തിരിച്ചു. അപ്പൊ ഒരേ സ്വഭാവക്കാര് തന്നെ 2 സ്ഥലത്ത് ചെല്ലുമ്പോൾ 2 സ്വഭാവം കാണിക്കും. ഒരേ ആളാ. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വില കുറഞ്ഞ് വിൽക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര ബാർഗെയിനും മറ്റു കാര്യങ്ങളും, മറ്റൊരു ചെല്ലുമ്പോൾ നല്ല ഡീസന്റ് ആയിട്ട്. ഇനി നിങ്ങൾ തട്ടുകാരക്കാരടുത്ത് ചെന്ന് നോക്ക്, നിങ്ങൾക്ക് ഒരു 50 ചായ വേണം, അതിന്റെ കടിയും വേണം. നമ്മളിതൊക്കെ മേടിച്ചിട്ട് നമ്മൾ പറയും എന്നാ കുറയില്ലേ, റേറ്റ് കുറയില്ലേ നമ്മൾ ചോദിക്കും. ഇല്ലെങ്കിൽ പറയുന്നത് 90 രൂപ ഉണ്ട് കേട്ടോ, 10 രൂപ ഞാൻ അടുത്ത ദിവസം തരാം. നിങ്ങൾ ഇവിടെ ചെന്ന് പറയും, ലുലു മാളിൽ കയറിയിട്ട് നിങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് പറയും, അല്ലെ 50 പേരുണ്ട് എല്ലാവരും കുടിച്ചിട്ട് പറയും 50 പേരുണ്ട് ഇത് പൈസ കുറച്ചിരുന്നു കേട്ടോ പറയൂ. വേണമെങ്കിൽ നമ്മൾ ടിപ്പ് കൂടെ കൊടുക്കും, അല്ലെ 50 പേർക്ക് കറക്റ്റ് ആയിട്ട് നീ ആഹാരം തന്നെ ഇന്നാണ് ടിപ്പ് ഇരിക്കണം. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരുപാട് പാടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും നമുക്കൊരു പ്രൊഫഷണൽ എഞ്ചിനീയർ ആക്കണമെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ പഠിക്കണം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതെല്ലാം വെച്ചിട്ട് ഈ ക്യാഷ് ഉണ്ടാക്കിയവല്ലേന്ന് നിങ്ങളത് ഉണ്ടാക്കാനും പഠിക്കും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തട്ടുകടക്കാരന്റെ കച്ചവടമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൺസ്ട്രക്ഷൻ കമ്പനികൾ പലതും. ആ പ്ലാൻ വരച്ചു കൊടുക്കപ്പെടും, ആ പ്ലാനിന്റെ ബോർഡ് കീറിയിട്ട് അവൻ അത് ചെയ്യാനായിട്ട് പൈസയില്ല. അതേ സ്ഥാനത്ത് കുറച്ചുപേർ എന്ത് ചെയ്യുന്നു, കുറെ കൂടി അതിലേക്ക് വിൽക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവർ അത് 1 ലക്ഷവും 2 ലക്ഷം രൂപ. എല്ലാവരും ചെയ്യുന്നത് ഒരു പണിയാണ്, പ്ലാൻ വരയ്ക്കൽ, ഒരേ ക്വാളിഫിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സർക്കാരിനെ കണ്ടുപിടിക്കണം, റെയിൽവേ കണ്ടുപിടിക്കണം. ആ രീതിയിലേക്ക് നിങ്ങളൊക്കെ എത്താം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേയിൽ എന്താ AC ടിക്കറ്റ്, അല്ലെങ്കിൽ ഇത് സ്ലീപ്പർ ക്ലാസ്, ലോക്കൽ, ഇതിൽ ഏതില് നമ്മൾ വിൽക്കണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ നിലയിൽ വില കൂട്ടി വിൽക്കുന്നവന്റെ പഠിക്കണം. ഇപ്പൊ തട്ടുകടയിലെ പൊറോട്ടയ്ക്ക് 5 രൂപയായിരിക്കും, അല്ലെങ്കിൽ 10 രൂപയ്ക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് വില കൂട്ടിയാ വിൽക്കുന്നത്, 50 രൂപയ്ക്ക്. എന്നാൽ തട്ടുകടക്കാരൻ നാളെ തൊട്ട് പറ്റുമോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറെ കൂടിയൊക്കെ പഠിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആകെ 2 കാര്യമാണ്. നീ വർക്ക് പഠിക്കുക, പൈസ ഉണ്ടാക്കുക. അങ്ങനെ വർക്ക് പഠിച്ചാൽ പൈസ കിട്ടുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഹാർഡ് വർക്ക് ചെയ്താൽ ക്യാഷ് കിട്ടുമായിരുന്നെങ്കിൽ ഈ തട്ടുകടക്കാരൻ ക്യാഷ് വേണ്ട അല്ല. അപ്പോ ജീവിതത്തിന് യഥാർത്ഥ ജീവിതത്തിൽ ഇതെന്നൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ പിന്നെ ഇത് ആരാ പറഞ്ഞു വരുത്തിയത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലുള്ളവരൊക്കെ തന്നെയാണ്. കാരണം നിങ്ങളൊക്കെ ജോലിക്കാരായിട്ട് വരണമെങ്കിൽ ഞങ്ങളൊക്കെ ഇത് പറയണം. അപ്പൊ നിങ്ങളൊക്കെ വന്ന് ജോലി ചെയ്ത് ജീവിച്ചു. അപ്പൊ ഇവിടെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇനിയും ഇതൊക്കെ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇന്ന് കോളേജുകളിലൊന്നും സിവിൽ എഞ്ചിനീയറിംഗിന് ആവശ്യമുള്ള സീറ്റ് ഒഴിഞ്ഞു കിടക്കും? കാര്യം എന്താ? പഠിച്ചാൽ ജോലിയില്ല, പഠിച്ചാൽ ശമ്പളവും ഇല്ല. എക്സ്പീരിയൻസ് വേണമെന്ന് എല്ലായിടത്തും പറയും, എന്നാൽ ആരും ജോലിക്ക് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ലോകത്തുനിന്ന് മാറണമെങ്കിൽ നിങ്ങളാണ് ആദ്യം മാറ്റി ചിന്തിക്കേണ്ടത്. പാരമ്പര്യമായ കുറെ രീതികൾ നമുക്കുണ്ട്. പഠിക്കുക, നേരെ പോവുക, സോഫ്റ്റ്വെയർ പഠിക്കുക, അടുത്ത് എവിടെയെങ്കിലും ഓഫീസിൽ കയറുക, 5000-10,000 ജോലി ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പണിയൊക്കെ മതിയാക്കാം. രണ്ടാമത് ഏതെങ്കിലും കമ്പനികളിൽ കയറി നമ്മൾ എന്ത് ചെയ്യാം? സൈറ്റിലൊക്കെ നിന്ന് വെയിലൊക്കെ കൊള്ളുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പണി മതിയാക്കി വയ്ക്കും. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് അത് വെച്ച് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം,
എങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് വെച്ച് സമ്പത്തുണ്ടാക്കാം. ആ പാരമ്പര്യ രീതിയൊക്കെ വിട്ടിട്ട് അടുത്ത ന്യൂ ജനറേഷനിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. ആ ജനറേഷന് പറ്റിയ മെത്തേഡുകൾ നമ്മൾ പഠിക്കണം. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, സിവിൽ എഞ്ചിനീയറിംഗ് വെച്ച് സമ്പത്തുണ്ടാക്കിയ ആൾക്കാർക്കെല്ലാം പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. അത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല, ജനിച്ചപ്പോൾ കിട്ടിയതല്ല, ഞങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. ആ ക്രിയേറ്റ് ചെയ്ത ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആര് ചെയ്യുന്നോ അവൻ സമ്പന്നതയിലേക്ക്. അപ്പൊ ഇതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതായത് എന്നേക്കാൾ ഒരുപാട് കഴിവും ഒരുപാട് ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഇത് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് മാത്രം നിങ്ങളെ ആരും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കും, സിവിൽ എഞ്ചിനീയറിംഗ് വെച്ച് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം. ആരും പഠിപ്പിക്കില്ല. സിവിൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് എങ്ങനെ വീപ ഉണ്ടാക്കാം, റോഡ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ജോലി നേടാം, അതിനെക്കുറിച്ചൊക്കെ ആവശ്യം പോലെ ആൾക്കാരുണ്ട്. ഈ ഒറ്റ കാര്യത്തിന് ആരും പറയുന്നില്ല. ഒരു വിഷയം ഇതിപ്പോ ഞാൻ തന്നെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ പേരെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ആകെ 10 കുട്ടികളെ എടുത്തിട്ട് ഇത് പറയുന്നുണ്ട്. എങ്കിലും ഞാൻ വിചാരിക്കുന്ന ഇന്ന് എൻ്റെ അടുത്ത് വരുന്നത് നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാവരെയും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നിങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്കെങ്കിലും ഇതൊരു അവയർനെസ് ആയി. നിങ്ങൾ മാറ്റി ചിന്തിക്കണം. വില കുറച്ച് വിൽക്കുമ്പോഴല്ല, വില കൂട്ടി വിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബഹുമാനവും നിങ്ങൾക്ക് ഇതും കിട്ടുന്നത്. ഓക്കെ, നിങ്ങളടുത്ത് നല്ല ക്ലയന്റ് വരണോ, നിങ്ങൾ എന്ത് ചെയ്യണം, റേറ്റ് കൂട്ടി വിൽക്കണം. അപ്പൊ ഒരുത്തരും വന്ന് നിങ്ങളടുത്ത് കടം പറയത്തില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്നത്, ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും 30 വർഷം പിടിച്ചു നിന്നത് എന്ന് വെച്ചാൽ ഞാൻ അന്നേ റേറ്റ് കൂട്ടിയാ ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു കള്ളത്തരവും ഞാൻ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കത്തില്ല. അപ്പൊ ഇത് തലമുറകളോളം നിൽക്കും. അടുത്ത തലം ഇപ്പൊ എന്റെ മകന് വേണമെങ്കിൽ ഈ കമ്പനി നടത്താം, ഇന്നാരുടെ മകൻ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം എനിക്ക് ഈ വർക്കുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. കാര്യം പണ്ട് കിട്ടിയത് അതൊക്കെ അത്രയും പ്രയോജനമുള്ള ഒരു ട്രേഡാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. കാരണം സാഹചര്യത്തിൽ പറയുന്നത് പണ്ട് കാലത്തെ പറയാറുണ്ട്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സും. ആ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നമ്മളാണ്. നമുക്ക് വേറെ എവിടെയും ജോലി തിരക്കി പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം തന്നെ നമുക്ക് വർക്ക് തരുന്നവരും. അപ്പൊ ഇത്രയും നല്ല ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് അവസരങ്ങളുള്ള, വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ജീവിക്കാം. ഒരു നെറ്റും ഒരു ലാപ്ടോപ്പും ഒരു ടേപ്പും ഒരു കോമ്പസുമാണ് നമ്മുടെ ആയുധം. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ. സോഫ്റ്റ്വെയർ പഠിക്കണം, 2 പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, ഞാനിപ്പോ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം പഠിക്കണം. അതിനുശേഷം 3ാമതായി അട്രാക്ഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇത് വെച്ച് റേറ്റ് കൂട്ടി വിൽക്കാനുള്ള കഴിവ്. ഇത് വെച്ച് റേറ്റ് അമിതമായി വാങ്ങണമെന്നല്ല പറയുന്നത്, അവർക്ക് ആ റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾ, ആ ക്വാളിറ്റി ഞങ്ങളെ പോലുള്ളവർ എങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ ചായയും കുടിച്ചിട്ട് ടിപ്പ് കൂടെ കൊടുക്കുന്നു. തട്ടുകടയിൽ പോയി നമ്മൾ ചായയും കുടിച്ചിട്ട് റേറ്റ് കുറയ്ക്കൂലേ എന്ന് ചോദിക്കും. ഇത് ഒരേ ആളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്തു. അപ്പൊ ഇതില് തട്ടുകടക്കാരനെ കണക്ക് ജീവിക്കണോ അതോ ഈ 5 സ്റ്റാർ ഹോട്ടലുകാരെ കണക്ക് ജീവിക്കണോ എന്ന തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ തീരുമാനം എടുക്കുന്നിടത്താണ് ഇരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. പണ്ടൊക്കെ പറയാറുണ്ട്, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കും മക്കളെ രക്ഷപ്പെടാമെന്ന് പറയും, +2-ന് നല്ല മാർക്ക് മേടിക്കുക രക്ഷപ്പെടാമെന്ന് പറയും. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എന്താ പറയുന്നത്, ഇപ്പൊ ബിടെക്കിനൊക്കെ നല്ല മാർക്ക് മേടിക്കും മക്കളെ രക്ഷപ്പെടാം. അത് ഇറങ്ങിയവർക്കറിയാം, അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ഈ ഗ്രൂപ്പിലുള്ളവർക്കറിയാം, അപ്പോഴും നമ്മൾ ആരും രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിന്നീടാണ് പറയുന്നത്, മക്കളെ പി എസ് സിക്ക് പോകുമ്പോൾ നമുക്കറിയാം അവിടെ ജോലി തന്നാലല്ലേ കിട്ടൂ, നമ്മുടെ കയ്യിലല്ല കൺട്രോൾ, അവർ തന്നാലേ പറ്റൂ. പക്ഷെ ഈ സിവില് പഠിച്ചവർക്ക് സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ജീവിക്കാം. ഒരു പെൺകുട്ടികളെയൊക്കെ സംബളം ഒരു നെറ്റും ഒരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ ലോകത്ത് ഇവിടെ ഇരുന്നുകൊണ്ടും 3D വരച്ചു കൊടുക്കാം, ഇന്റീരിയർ വരച്ചു കൊടുക്കാം, ഇതുപോലുള്ള എസ്റ്റിമേഷൻ എടുത്തു കൊടുക്കാം. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ പറയിട്ട് ഒരു 10 മിനിറ്റ് ചെന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആ ക്ലയന്റിന് അത് മനസ്സിലാകുകയും നല്ല വീടാണ് ചെയ്യേണ്ടതെന്ന് ബോധ്യമാവുകയും ചെയ്താൽ അവർ നിങ്ങൾക്ക് ക്യാഷ്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അത്രയും കാലം സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ട്രേഡാണ് നിങ്ങളുടെ കയ്യിൽ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കുറെ അറിവുകൾ ഉണ്ടാകണം. അപ്പൊ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം. അവിടെ ഇപ്പൊ യൂട്യൂബിൽ തന്നെ എൻ്റെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഇതുപോലുള്ളത് കിടപ്പുണ്ട്.
അതുപോലെ തന്നെ അല്ലാതെ ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഇതൊക്കെ തരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ വീണ്ടും പറയുന്നത്, ഇത് തുടങ്ങിയ പലരും ചോദിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഞാൻ എന്താണ് ക്യാഷ് വാങ്ങിയിട്ടല്ലേ ചെയ്തു. ശരിക്കും അങ്ങനെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആണ് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ഒരു 25 വർഷമായപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ സാർ വിചാരിച്ചു കുറച്ച് പേർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളെ കൊണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇപ്പൊ ബാക്കി കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബിൽ എടുത്ത ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ കിടപ്പുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയുന്നത്, ഞാൻ മുഖാന്തരം ഒരു കുടുംബം കൂടെ രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെ രക്ഷപ്പെടും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇത്രയും നേരം എൻ്റെ ക്ലാസ് ഒക്കെ കേട്ടുകൊണ്ടുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിക്കാം, അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോളൂ. ഈ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഞാൻ ലിങ്ക് അയച്ചേക്കാം. ഞാൻ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഓക്കെ. അതുപോലെ എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിടാം, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുക. ഏതെങ്കിലും ക്ലാസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം. വേണ്ടത് ഞാൻ അയച്ചുതരാം. 9846664642 9846664642. എൻ്റെ പേര് പ്രജീഷ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഉണ്ടാവോ? നമുക്ക് നോക്കാം. പക്ഷെ ഇതിലൊന്നും ആർക്കും ഇപ്പൊ ഈ ക്ലാസ് വേണ്ടെന്നല്ലേ തോന്നുന്നത്. ഞാൻ ഏതാണ്ട് ഇതിന് 80ഓളം പേര് വന്നതാ, ഇപ്പൊ ആകെ 22 പേരാ ഉള്ളത്. സാർ സാർ അതിന്റെ അർത്ഥം ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്, എന്റെ ഈ ക്ലാസ് എത്ര പേർക്ക് വേണം എന്നതിനെ കുറിച്ച് എനിക്ക് ഡൗട്ടുണ്ട്. സാർ ഞങ്ങൾക്ക് വേണോ? അതുകൊണ്ടാണ് സാർ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. സാർ പറഞ്ഞോ. ഫസ്റ്റ് ഡേ സാറ് ടോപ്പിക് പറഞ്ഞു തന്ന സമയത്ത് ഉം, അതിനകത്ത് കുറച്ചുകൂടെ ടോപ്പിക് ഉണ്ടായിരുന്നു സാർ പ്ലാൻ ഉം, ചെയ്തിരുന്നത്. ഉം. അപ്പം സാറിന് പറ്റുമെങ്കിൽ സാർ ആ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്താൽ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറെ പേർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും. സാറിന് ടൈം ഉണ്ടെങ്കിൽ, സാറിന് ബുദ്ധിമുട്ടിക്കുകയല്ല. ഇല്ല, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഏതല്ലേ, നമുക്കിപ്പോ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും പ്രയോജനം വരണ്ടേ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു സാധനത്തിന് നിങ്ങൾ അനൗൺസ് ചെയ്തു, അപ്പോഴത്തേക്ക് അവിടെ വന്നത് 100 പേർക്ക് നിങ്ങൾ കൊടുത്തു, ആകെ വന്നത് 25 പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നും? സാർ പറയൂ. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഉം, ഞാൻ ഇതില് ഇപ്പൊ എന്റെ 2 വർഷത്തെയാണ്. അപ്പൊ അത് 1 വർഷത്തെ കഴിഞ്ഞു. ഇനിയിപ്പോ 1 വർഷം കൂടി ഉണ്ട്. ഉം, അപ്പോ ഇത് ഈ പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നു. ഉം, ഇങ്ങനെ ജോബ് എന്താണെന്ന് ചോദിച്ചു സാർ നേരത്തെ പറഞ്ഞതിന്. ഉം, ഉം, അപ്പൊ സാറിന്റെ വീഡിയോസിൽ ഒന്ന് ഇങ്ങനെ കണ്ടു, ഉം, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ ഉം, ഇങ്ങനെ ഇതിലൊന്ന് മെസ്സേജ് ഇട്ടോളൂ, ഉം, നിങ്ങൾക്ക് പറ്റിയ ജോബ് അതിൽ നിന്ന് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു. ഉം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉം, സാറിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. ഉം, അപ്പോ ഞാൻ ഇത് കേട്ടു. ഉം, അപ്പൊ ഞാൻ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടത്. പക്ഷെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഉം, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഉം. അപ്പോ ഇന്നെ പോലത്തുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. ശരി. ഞാൻ എന്റെ സാറിനോട് ഷെയർ ചെയ്തപ്പോ സാറും പറഞ്ഞു നല്ല ക്ലാസ് ആണ്, ഉം, അറ്റൻഡ് ചെയ്യണം. ഉം. ശരി, അങ്ങനെയൊക്കെ നമുക്ക് നല്ല ആലോചിക്കാം. നമുക്ക് അങ്ങനെയൊക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നോക്കട്ടെ, ഞാൻ വേണമെങ്കിൽ ഒരു 5 ദിവസത്തെ ക്ലാസ് കൂടി തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ ഈ പറയുന്ന കേസ് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങൾക്കത് പ്രയോജനമുണ്ടെന്നും നിങ്ങളുടെ നല്ല വാക്കുകളും നിങ്ങളുടെ പ്രയോജനവുമാണ് എനിക്കിത് വീണ്ടും വീണ്ടും എടുക്കാനായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് ആലോചിക്കട്ടെ. ഇപ്പൊ ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ എത്ര പേര് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ ടോപ്പിക്കിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇതാണ്, 100 പേരെ വിളിച്ചു കഴിഞ്ഞാൽ 20 പേര് വന്നാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട്. ഒരു 2 പേരും കൂടെ പറയും ഇത് അഭിപ്രായം. അല്ല സാറ്, ഒരാൾക്ക് പ്രയോജനപ്പെട്ടാൽ വലിയ കാര്യല്ലേ. എനിക്ക് സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനത്തെയൊക്കെ സാറുമാരുണ്ടോന്ന് നമുക്ക് ഡൗട്ടാണ് ഇന്നത്തെ കാലത്ത്. അത് ഫ്രീ ആയിട്ട്, അതൊക്കെ എത്ര ഭാഗ്യാണ്. വേറെ ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇങ്ങനെ ക്ലാസ് എടുത്തതിന് ഒരുപാട് നന്ദിട്ട്. 5 ദിവസമാണെങ്കിലും അത് നല്ല ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വേറെ ആരുടെ അഭിപ്രായം പറയുന്നിട്ട് നമുക്ക് നിർത്താം. സമയമായി. എനിക്കും സാറ് എക്സാം എപ്പോഴാ വരുന്നത്? എക്സാം ഞാൻ അറിയിക്കാം. നാളത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയിക്കാം. ഓക്കെ, ഇപ്പൊ ഇന്നിപ്പോ ഗൂഗിൾ ഫോം ഇട്ടില്ല അല്ലേ? ഒരു നിമിഷം, ഞാനിപ്പോ ഗൂഗിൾ ഫോം ഇടാം. ശരി.
ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, അതൊന്ന് പൂരിപ്പിക്കും. എന്നിട്ട് ഇത്രയും പേരെ ഞാൻ കോൺടാക്ട് ചെയ്യാം, ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവരെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും കണ്ടിന്യൂ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യുന്നതിലൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് കുടുംബങ്ങളും അതുകൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ. സാറേ, ഞാൻ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, അത് ഞാൻ കമ്മ്യൂണിറ്റി പേഴ്സണലായിട്ട് ഓഫീസിൽ നിന്ന് വിളിക്കാം, ഗ്രൂപ്പ്. ഓഫീസിൽ നിന്ന് വിളിക്കാൻ പറയാം. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് അത് ചെയ്യാം. ഓക്കെ. അതിനോട് ചോദിച്ചിരുന്നു, ഞാൻ വിട്ടുകൊടുത്തിരുന്നു. ആ, ശരി, നോക്കാം. അത് ഇതിപ്പോ വിളിച്ചു. പുതിയത് നാളെ ഓഫീസ് ടൈമിൽ നിന്ന് വിളിച്ചു. നാളെ ഓഫീസ് ടൈമിൽ വിളിക്കും. ആ, ശരി, എന്തായാലും നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ക്ലാസ് ഒക്കെ കേട്ടുകൊണ്ടിരുന്നതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. രാജധാനി കൺസെഷൻ്റെയും അതുപോലെ തന്നെ രാജധാനി ഫിഷ് സ്കൂളിലേക്ക് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഇതിനൊക്കെ ഞങ്ങളെ സഹായിച്ച ദീതു ഉണ്ട്, അത് വിജയലക്ഷ്മി, അതുപോലെ രാഹുൽ, അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ, ഇപ്പം എന്നെ മാത്രമേ നിങ്ങൾ ഇത് കണ്ടുള്ളൂവെങ്കിൽ ഒരുപാട് പേരുടെ വലിയൊരു പ്രയത്നം ഇതിന്റെ പിറകിലുണ്ട്. അപ്പൊ അതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്കും ഞാൻ ഈ ക്ലാസ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന വളരെ കുറച്ചു പേരാണെങ്കിലും ഇത്രയും നേരം കേട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് നാളെ ഇതേ ലിങ്ക് തന്നെയാണ്, ഈ ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് വാസ്തുവിന്റെ ക്ലാസ് കാണാം. എന്നിട്ട് നമുക്ക് അതിനുശേഷം ഡേറ്റുകൾ നിശ്ചയിക്കാം. എന്നിട്ട് ഓഫീസിൽ നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കും. അപ്പോൾ നിങ്ങൾ ഫോണൊക്കെ എടുക്കണം. എന്നിട്ട് അതിന്റെ മറുപടികളും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സാറേ, ഡൗട്ട് ഉള്ളത്, ചോദിച്ചോ. ഇതില് ഇപ്പൊ എടുത്ത ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ട് നമുക്ക് കിട്ടുമോ? ജസ്റ്റ് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കണമെങ്കിൽ. അത് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. അത് ഓഫീസുമായിട്ട് നമുക്ക് ചോദിച്ചിട്ടേ പറയാൻ പറ്റൂ. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം റെക്കോർഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലാതെ ഞാൻ യൂട്യൂബിലോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ഞാനൊരു ബന്ധപ്പെട്ട മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് വോയിസ് ആയിട്ട് ഇട്ടിരുന്നാൽ മതി, നമുക്കത് നോക്കാം. അതല്ല, ഇത് ഒന്നുകൂടി പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം, അതിലൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്കിത് പ്ലേ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ അവിടെ അറിയിക്കൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതിലൂടെ നമുക്ക് എല്ലാവരുടെയും ആ ഒരു അഭിപ്രായം കറക്റ്റായിട്ട് പറയാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല, നമുക്കതൊക്കെ ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, ശരി, എനിക്ക് ടൈമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.